ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അബൂ യസീദുൽ ബിസ്താമി അള്ളാഹുടെ വലിയ അള്ളാഹുടെ ഔലിയാക്കന്മാർ ചൊന്നെങ്കിൽ അങ്ങനെ സാധാരണ ഒരാൾമാർ മനസ്സിലാക്കുകയാവില്ല, അർത്ഥാക്കുകയാവില്ല. അങ്ങനെ ഒരു ശൈലി ബേരെ ചൊന്നെങ്കിൽ എങ്ങനെ തോന്നിയാസത്തെ പെരകങ്ങ് നടക്കുവാറുണ്ടല്ല. എല്ലാ ഹറാമല്ലാക്കിയിട്ടിട്ട് ഒരു വലിയൊരു പച്ച സാലിട്ടിട്ട് അതല്ലെങ്കിൽ എല്ലാ പേരിലും ഒരു മോദര 10 മോദര വെച്ചിട്ട് നടന്നിട്ട് ഔലിയ, അങ്ങനെയല്ല. പരിശുദ്ധമായി ഇസ്ലാമിന്റെ ശരീഅത്ത് ഒരു തെല്ല് പോലും എതിരാവാത്ത നിലക്ക് ജീവിക്കുന്ന കനിക്കത്തെ ആൾമാർ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആ കാലത്തിൽ വലിയ ഒരു മഹാനുണ്ട് കേക്കട്. അബൂ യസീദുൽ ബിസ്താമി ചൊല്ലൊരു വലിയ ആ കാലത്തിൽ വലിയ ഒരു മഹാനുണ്ട് കേക്കട്. അങ്ങനെ ആ മഹാന്റെ നോക്കണു, ഒന്ന് കാണണു, ഒന്ന് പുറത്ത കേൾക്കണു ചൊന്നിട്ട് പോണു ഭർത്താവോട്. അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് ഈ മഹാന് ചൊല്ലിയ ആളുണ്ടല്ലേ, അയാളൊരു ജാഗയിൽ നടന്നോട്ടിക്കടി എതിർക്ക് ഇങ്ങനെ തുപ്പിടും, കാൻ കടിച്ചിട്ട് തുപ്പ വന്നപ്പോൾ എതിർക്ക് തുപ്പിടും. അബൂ യസീദുൽ ബിസ്താമി ചൊല്ലു, എതിർക്ക് തുപ്പൽ കറാഹത്താണ്. അങ്ങനെ ഒരു കറാഹത്ത് ചെയ്ത ഒരാൾ മഹാനാവുക സാധ്യയില്ല. ആ മനുഷ്യരെ കാണാണ്ടിക്കലാണ് ഖൈറു ചൊന്നിട്ട് നേരെ പിറകു തിരിഞ്ഞു പോണ്ട്. ഞങ്ങായെങ്കിരെ ചൊല്ലാൻ തയ്യ, അത് ഔലിയാക്കന്മാർ വാവ അങ്ങാക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ണ് തപ്പുണ്ട് കണ്ടെങ്കിലും അത് തപ്പായിട്ടിക്കില്ല, അത് സമായിട്ടിക്കിട്. എൻ്റെ കാണ്ടില്ല ചില ത്വരീഖത്തല്ല. പഴയ കാലത്തിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ച എനിക്ക് ഒരുപാട് ആളുമാർ ഇന്ന് ത്വരീഖത്തിനെ പിറകെ പോയിട്ട് സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിച്ചുകൊണ്ടുള്ള എനിക്ക് എത്തിയതെല്ലാം കണ്ടുകൊണ്ടുണ്ട്. അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരും അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. മരണം വരേക്കും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ചിട്ട് ഈമാനോടെ മരിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു പെടുത്തട്ടെ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ ഒരു ശത്രുവായ ഒരാൾ, എത്ര വലിയ ആളായെങ്കിൽ അവനക്ക് ഒരു നഞ്ചി ഇന്ന കനിക്കത്തെ ആളുമാർ സമൂഹത്തിൽ ആലിട്ടിക്കോറല്ലേ, ആലിട്ടിക്ക് ഒരു നഞ്ചിന്ന ആള്, ആലിട്ടിക്ക് ഒരു പകയുന്ന ആള്, ആല്ലേ ഏളികരെ നന്മയുടെ കാണുകാവാത്ത കനിക്കത്തെ അസൂയ ഇന്ന ആളുമാർ ആർക്കും ഇക്കുവാർ. അത് കാദിയായെങ്കിലും ഇക്കുവാർ, ആലിമായെങ്കിലും ഇക്കുവാർ, തങ്ങമാരൊട്ടിക്ക് നഞ്ചുള്ള ആൾമാർ ഇക്കുവാർ, ഉലമാക്കലൊട്ടിക്ക് നഞ്ചുള്ള ആൾമാർ, എത്ര വലിയ മഹാനായെങ്കിലും അങ്ങനെ ഒട്ടിക്ക് അസൂയ ഇന്ന ആൾമാർ ഇക്കുവാർ. അത് സ്വാഭാവികമാണ്. അള്ളാന്റെ റസൂലൊട്ടിക്കുമേ ഇല്ല ಅಂತ നഞ്ചി നിറക്കുന്ന ആൾമാർ. റസൂലുള്ളാഹി തങ്ങൾ ശത്രുക്കളെ പോലും സ്നേഹിച്ച മഹാനാണ്. നബി തങ്ങളെ കൊല്ലുക വന്ന ആള് പോലും അള്ളാന്റെ റസൂലെ കൊല്ലുക വന്നരെ ആ ആള് പോലും അള്ളാന്റെ റസൂലെ സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ടാകുമ്പോ നേരെ കുടുംബത്തെങ്ങലൊട്ടിക്ക് പോയി ചൊന്നെന്തിരെ കൊന്തുണ്ട എന്നെ ശത്രുടെ നാ കണ്ടു വന്നേണ്ടല്ല ചൊന്നേ, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഹൈറായ ഒരാളെ കണ്ടിട്ടാണ് നാ വന്നോണ്ടുള്ളേ. ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഹൈറായ ഒരു വ്യക്തി ഒരാളുടെ മുട്ടത്തെയാണ് നാ വന്നോണ്ടുള്ളേ. ആറ് ചൊന്നേ, അള്ളാന്റെ റസൂല് സ്വഹാബി അല്ല നബി തങ്ങളെ കൊല്ലുകുപോയ ശത്രുവായ വിഗ്രഹാരാധിച്ച കനിക്കത്തെ മക്കത്തെ മുശ്രിക്കായ ഒരു മനുഷ്യൻ ചൊല്ലേ, ലോകത്തിൽ വെച്ച് ഏറ്റവും ഹൈറായ ഒരു മനുഷ്യന്റെ മുട്ടത്തെ നാ വന്നോണ്ടുള്ളേ. അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം കണ്ടിട്ട്, അള്ളാന്റെ റസൂലിന്റെ ആ ആദർശം കണ്ടിട്ട്, അള്ളാന്റെ റസൂലിലെ ആ വിനയത്തെ കണ്ടിട്ട് ശത്രുക പോലും അള്ളാന്റെ റസൂലിനെ മെച്ചിട്ടില്ലെങ്കിൽ ആ റസൂലുള്ളാഹി തങ്ങളൊട്ടിಗೆ പകകെട്ടിയ കനിക്കത്തെ ആളുമാറുണ്ട്. പിന്നല്ല സാധാരണക്കാർ. അബൂ യസീദുൽ ബിസ്താമിനൊട്ടിಗೆ ശത്രുത ഉള്ള ഒരു പകയുള്ള ഒരാൾ കേൾക്കടവല, അബൂ യസീദേ നിങ്ങളെ മുഖത്തിലുള്ള ഈ താടിരെ മുടിയ ഹൈറ് അതല്ല പോയോണ്ടുള്ള നായിന്റെ ബീലത്തിലുള്ള മുടിയ ഹൈറ് എങ്ങനെ ആവും നോക്കറൂല. അതാ ഓടിയോണ്ടുള്ള നായി ഉണ്ടല്ലേ, ആ നായിന്റെ ബീലത്തിലുള്ള മുടിയ ഹൈറ് നിങ്ങളെ മുഖത്തിലുള്ള താടിരെ മുടിയ ഹൈറ്. നങ്ങരട്ടിക്ക് ഒരാളിങ്ങനെ കേട്ട് ഞങ്ങൾ എന്തിനാക്കിരോ ഒന്ന് ആഴ്ചനാക്കി നോക്കോർ. ഒരു വാഴക ബന്ധ ഉസ്താദിന്റെ വിചാരിക്കോർ, ഒരു ജമാഅത്തിന്റെ ഖതീബുണ്ട് വിചാരിക്കോർ, അതല്ല പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിനുണ്ട് വിചാരിക്കോർ, അഥവാ പള്ളിയിലെ കമ്മിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട് വിചാരിക്കോറു. ഒരാൾ പബ്ലിക്കിൽ നിന്നിട്ട് ഇതമേ നിങ്ങളെ മുഖത്തിലുള്ള ആ കറുത്ത ആ താടിയ ആ മുടിയ ഹൈറ് അതാ പോന്റെ ഓടെ നായിന്റെ ബീലത്തെ മുടിയ ഹൈറ് കേട്ടെങ്കിൽ എന്താ ചൊല്ലുക? എന്തും തീരില്ലെങ്കിൽ ഓണ ആൾക്ക് ഷാപ്പായെങ്കിൽ ബേക്കല്ലേ, നീ ആളാക്കായി പോകണം. നിന്റെ നാവ് അങ്ങനെ ആവട്ടെ, നിനക്ക് നാവ് അങ്ങനെ ആയി പോട്ടെ, ഷാപ്പ ബേക്കല്ലേ. ഷാപ്പ ബേക്കരുത് സ്വാഭാവികല്ലേ, എൻ്റെ എല്ലാവർക്കും ഷാപ്പ സുബ്ഹാനല്ലാ. ഷാപ്പ ബേക്കരുത് ഒരു മുഅ്മിന്റെ സ്വഭാവം അല്ല. ഷാപ്പ ബേക്കരുത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണം അല്ല. ഷാപ്പ ബേക്കിടുത് നശിച്ചു പോട്ടു, ഹലാക്കായി പോട്ടു, ചത്തുപോട്ടു, മണ്ണ് തിണ്ടു പോട്ടു, ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല. ഷാപ്പ ബേക്കിൽ ആൾമാർക്ക് മഅശറത്തിൽ ശഫാഅത്ത് ചെയ്ത അധികാരത്തെ അള്ളാഹു കൊടുക്കാനായിട്ടാണ്. എത്ര വലിയ ആളാണെങ്കിലും മഅശറത്തിൽ ബാക്കി ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന അർഹതയിന്ന ആളായിട്ടില്ലെങ്കിൽ പോലും ആ മനുഷ്യന് ദുനിയാവിൽ ഷാപ്പ ബേക്കിലെ സ്വഭാവം അള്ളാഹു അധികാരത്തെ നഷ്ടപ്പെടുത്താറുണ്ട്.
ലഈൻ ശാപ ബേക്കിര ആൾമാർക്ക് അള്ളാഹു ഷഫാത്ത് ചെയ്യാൻ അധികാരം കൊടുക്കാറ്. നാവിടെ നല്ലോണം ജാഗ്രത ആക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ ധാരാളം ഉമ്മ അബ്ബ മക്കൾക്ക് ശാപ ബേക്കിര സ്വഭാവമുണ്ട്. അത് അർശത്തിലല്ല, മണപ്പൂർവല്ല, മക്ക നശിച്ചു പോയിട്ടുണ്ടല്ല, പക്ഷെ അർശത്തെ മൊത്തത്തിൽ ചൊന്നു പോണ്ട് നീ ചത്തിട്ട് പോകും, നിന്റെ കൈ പൊളിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ കാലത്തിൽ ഒരാൾ ಒಂಟೆಗೆ ಶಾಪ ಬೇಕಿರೆ ಹಲಾಕಡೆ ಒಂಟೆ ಬೇಗ പോവാത്തേ അള്ളാന്റെ റസൂൽ ചൊല്ലു ಶಾಪ ಬೆಚ್ಚಕನ್ಕತೆ ಒಂಟೆ ಇನ ನಂಗಲೊಟ್ಟಿಗೆ ಬರಗುತ್ತೀರ ಅದ್ರ ಬರಕತ್ತು ನಷ್ಟപ്പെട്ടിട്ട് അതിനെ ഗിൽച്ചി ಬಿಡೋರು ദൂരാക്കോರು ഉണ്ട്. ശപിക്കപ്പെട്ട ഒരാൾ കൂടെ ഇക്കിടതിന് അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ ಶಾಪ ಬೇಕಿರೆ ಶಾಪത്തെ പലക്കന്നങ്ങനെ നാവില് ബറുകെ തീര എത്ര അർസ ബന്നെങ്കിലും എത്ര ബേജാറിന്നെങ്കിലും അബൂ യസീദുൽ ബിസ്താമിരട്ടിಗೆ ഒരു ശത്രുവായ ഒരാൾ കേൾക്കരെ നിങ്ങളെ താടിരെ മുടിയാ ഖൈറ് നായിരെ ബീലത്തിലുള്ള മുടിയാ ഖൈറ്. അബൂ യസീദുൽ ബിസ്താമി ചൊമ്മനെ ആൽച്ചനാക്കട് എന്നിട്ട് ചൊല്ലു സഹോദര നാണ് അല്ലാഹുഗു കൃതജ്ഞത ചെയ്യടെ നന്ദിയുള്ള ഒരു അടിമയായിട്ടിന്നെങ്കിൽ നായിയുടെ ബീലത്തെ മുടിരെ കാണ ഖൈറ് നന്റെ മുഖത്തിലുള്ള താടിരെ മുടി അതല്ല നാണ് അല്ലാഹുരൊട്ടിಗೆ നന്ദി കേട് കാട്ടിയ ഒരാളാണെങ്കിൽ നായി അതിന്റെ യജമാനരൊട്ടിಗೆ നന്ദി കാട്ടരെ കനിക്കത്തെ ഒരു ജീവിയായിട്ട് ഇക്കിട് നന്റെ യജമാനരൊട്ടിಗೆ നന്ദി കാട്ടാത്ത ഒരാൾ നാണായെങ്കിൽ യജമാനരൊട്ടിಗೆ നന്ദി കാട്ടരെ ആ നായിയുടെ ബീലത്തിലുള്ള മുടിയായിട്ട് ഇക്കിട് നന്റെ താടിരെ കാണ ഖൈറ്. എന്ത് നല്ല മറുപടി നോക്കൂ. യഥാർത്ഥ മഹാന്മാർ നല്ല ആൾമാർ അങ്ങനെയല്ല, അങ്ങനെ മനസ്സിൽ ബെടക്കെന്ത് വരാല. അതാ പരിശുദ്ധ ഖുർആനിൽ നാ തുടക്കത്തിൽ ഓതി ആയത്തെന്തിരെ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂൻ ഖാലൂ സലാമാ. അല്ലാഹുടെ യഥാർത്ഥ അടിമകള് അല്ലാഹുടെ അറിഞ്ഞ് ജീവിച്ചവണു അല്ല തന്നെ നിഅമത്തുകൾ നന്ദി കാട്ടി ജീവിക്കുന്ന ഒരു മുസ്ലിമോ അവന് ദുനിയാവുല അഹങ്കാരത്തിൽ നടക്കില്ല. യംശൂന അലൽ അർദി ഹൗനാ വിനയത്തോടെ താഴ്മയോടെ ബഹുമാനത്തോടെ അല്ലാഹ് ആദരിച്ചങ്ങനെ എല്ലാരെ ആദരിച്ചിട്ട് അല്ലാഹ് ആദരിച്ച എല്ലാത്തെ ആദരിച്ചിട്ട് വിനയാൻവിതനായി നടക്കുന്ന സ്വഭാവമാണ് അവൻ്റെ വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ. വിവരമില്ലാത്ത തമ്മാടികളാ അഹങ്കാരികളാ ദുഷ്ടനാ പകയിന്നവണ ഏതെങ്കിലും ഒരു നീച്ചനായ ഒരാളാ വന്നിട്ട് എന്തെങ്കിലും ചൊന്നെങ്കിൽ അതേപോലെ അവന് പിറകു ചൊല്ലാല. അവന്റെ നാവുല് സലാമത്തുള്ള പളക്കല്ലാത്തത് അള്ളാന്റെ പേടിച്ച ഒരു അടിമര നാവുല് പറയാല. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു നായിയുടെ ബീലത്തെ മുടിയാ ഖൈറ് നിങ്ങളെ താടിയാ ഖൈറ് കേട്ടപ്പോ ചൊല്ലുടേ നാണ് അള്ളാഹുരൊട്ടിಗೆ നന്ദിയുള്ള അടിമയായിട്ടിന്നെങ്കിൽ ആ നായിയുടെ ബീലത്തെ മുടിരെ കാണ ഖൈറ് നന്റെ താടിയാണ്. അഥവാ നാണ് അള്ളാഹുരൊട്ടിಗೆ നന്ദി കേട് കാട്ടിയ ഒരാളാണെങ്കിൽ യജമാനൊട്ടിಗೆ നന്ദി കാട്ടിയ ജീവിയായ നായിയുടെ ബീലത്തിലുള്ള രോമമാണ് ഖൈറ്. ഈമാനുള്ള മുസ്ലിം അല്ല എന്തെല്ലാ നിഅമത്ത് ചെയ്തു തന്നറാ അല്ലാഹ് അല്ല ഞങ്ങളുടെ ശരീരത്തിൽ നിഅമത്തിനെ എണ്ണിട്ട് ഞങ്ങൾ കണക്കാക്കണു സാധ്യമാ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം എറുമ്പുടൊട്ടിക പോലും പലക പരിയണുകൊല്ല കഴിവ് കൊടുത്ത പ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം. എറുമ്പ് കിലോമീറ്റർ അപ്പുറം നിന്റെ പലക പരിടത് കണ്ണുക പോലും പലപ്പോഴും നേരെ നോക്കുമ്പോ കാണാത്ത സൂക്ഷ്മജീവിയായ ആ എറുമ്പുരുട്ടിക പോലും പലക പരിയണുകൊല്ല കഴിവ് കിട്ടിയ മഹാനാട്. ഈ ദുനിയാവ് കിട്ടിയ അധികാരം കാട്ടിയ രാജാവാണ്. ഒരു മുഖ്യമന്ത്രികായെങ്ക രാജ്യം മാത്ര സീമിതമാണ്, പ്രധാനമന്ത്രിക ദേശം മാത്ര സീമിതമാ. അതിലേക്കാണ് അപ്പുറത്തിൽ ഇന്നൊരു ദേശത്തേക്ക് അധികാരം നടത്തണുകാവില്ലല്ലേ. എങ്കിലും ദുനിയാവ് കിടി രാജാവായി മെരഞ്ഞ 4 ആളുമാറുണ്ട്. ഇതിഹാസത്തെ പരിശോധിച്ച് നോക്കുമ്പോ തുകു ഇടീ ദുനിയാവ് രാജാവായിട്ട് ആഡളിത്തം നടത്തിയ 4 ആളുമാറില് ഒന്ന് അല്ലാഹുവിന്റെ നബി സുലൈമാൻ അലൈഹിസ്സലാമാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനൊട്ടിക്ക് ഒരാൾ വന്നു ചൊല്ലുടേ ഓ അല്ലാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബിയെ നിങ്ങൾക്ക് അല്ലാഹു എന്തെല്ലാം നിഅമത്ത് തന്നറാ, നിങ്ങൾക്ക് അല്ലാഹു അധികാരം തന്നറാ, നിങ്ങൾ അല്ലാഹ് രാജാവാക്കിറാ, കാത്തിടെ പോലും നിയന്ത്രിക്കടെ അധികാരത്തെ അല്ല നിങ്ങൾക്ക് തന്നറാ, ശൈത്താന്റെ പോലും കൺട്രോൾ ആക്കടെ
അധികാരത്തെ അള്ളാഹു നിങ്ങൾക്ക് തന്നറാ. ജിന്നുകളെ പോലും ചൊന്ന കണിക്ക കേപ്പാട്ടുണുക അവിടെ അധികാരത്തെ അല്ല നിങ്ങൾക്ക് തന്നറാ. സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്ത അവിടെ ഗളികൾ പോലും സുലൈമാൻ നബി അലൈഹിസ്സലാം മരിക്കണ സമയത്തിൽ പോലും പെണ്ണുങ്ങളെ ഒരു വലിയ ഒരു പള്ളി സുലൈമാൻ നബി അലൈഹിസ്സലാം കെട്ടുപാട്ടിയോണ്ടുണ്ടു. ആരാണ് പള്ളി കെട്ട ആള് മാറുകൊണ്ടുണ്ടാ? സാധാരണക്കാരായ മനുഷ്യന്മാരല്ല. ഒരു സെക്കൻഡിലെ കടലിലെ അടിക്ക് മുങ്ങിട്ട് കടലടിയിൽ യന്ത്രമുണ്ടോ നോക്കി ഭരണകുല്ല കഴിവ് കിട്ടിയേ. ആകാശത്തുക പോലും പോയി ഭരണകുല്ല കഴിവിന്ന കനിക്കത്തേ. ഇഫ്രീത്തിനെ പോലത്തെ ജിന്നുകളാണ് പള്ളി കെട്ടരേ. മക്കത്തുക മദീനത്തുക ഹജ്ജുക ഉംറത്തുക പോയ ആളുമാറ് അവിടെ ഉള്ള ജിന്ന് പള്ളി കണ്ട ആളുമാരില്ലേ? എത്രമാ ജാഗര ജിന്ന് കെട്ടിയ പള്ളി ഉണ്ടോണ്ട് വിശ്വസിക്കുന്ന ആളുമാരല്ലേ? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ അള്ളാഹുവിന്റെ പ്രവാചകനായി വന്ന രാജാവായ സുലൈമാൻ നബി വലിയ ഒരു പള്ളി ജിന്നുകളെ കൊണ്ട് കെട്ടുപാട്ടുമ്പോ ആ ജിന്നുകൾ സുലൈമാൻ നബി നോക്കൂടോ ചൊന്ന് പേടിച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കടേ. എങ്ങനത്തെ കഴിവുള്ള ശൈത്താനായെങ്കിലും ജിന്നുകളായെങ്കിലും പോലും അള്ളാഹുവിന്റെ നബി സുലൈമാന്റെ എതിരുള്ള ശരണാണ്. ജിന്നുകളും ശൈത്താന്റെ പോലും അടക്കി ഭരിക്കടകനിക്ക് അധികാരം അള്ളാഹു സുലൈമാൻ നബിക്ക് കൊടുത്തില്ലേ? അതുകൊണ്ടല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ജിന്നുകൾ പേടിച്ചത്, ശൈത്താനുകൾ പേടിച്ചത്. ആ ജിന്നുകൾ ഇങ്ങനെ പള്ളി കെട്ടിയോണ്ടിക്കൊമ്പത്തുകോ സുലൈമാൻ നബി അലൈഹിസ്സലാം ബടിങ്ങനെ ഊത്ത കൊടുത്തിട്ട് നിക്കട്. എന്നിട്ട് സഡന് സുലൈമാൻ നബി അലൈഹിസ്സലാം ബൂന്ന് പോണ്ടു. ബടിങ്ങനെ ഊത്ത കൊടുത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം സടന്ന് പൂന്നു പോണ്ടു. എങ്ങനെ പൂന്നരകൊന്തുണ്ടാ? നിലത്ത് ഊത്ത കൊടുത്ത ബടിക്ക് ഇങ്ങനെ ഒതലു വന്ന് കാരണം കൊണ്ടു. മരത്തെ ബടിങ്ങനെ ഒതലു വന്ന് കുമ്പായിട്ട് ഈ തടിരെ ദിന്നത്തെ താങ്ങുകാവാണ്ട് ബടി പൂലായിട്ട് സുലൈമാൻ നബി പൂന്നതാണ്. ജിന്നുകളും മനുഷ്യന്മാരും വന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ നോക്കുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം മയ്യത്തായി കിടന്നിട്ടുണ്ടോ? ആളുമാറ് വന്ന് പരിശോധിച്ച് നോക്കുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വർഷത്തുക്ക് മുന്നലേ മരണപ്പെട്ടു ചൊല്ലിയത് ദൃഢമാവിടൂ. ഒരു വർഷത്തുക്ക് മുന്നലോ മരണപ്പെട്ടു പോയിരേ. എങ്കിലും ആ മയ്യത്താണ് ബടിരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിണ്ടുപോയത്. സുബ്ഹാനല്ലാഹ്. നാണും നിങ്ങ മരണപ്പെട്ടു പോയെങ്കിൽ പെണ്ണുങ്ങള് 24 ഗಂಟೆ പോലും ഞങ്ങളെ മയ്യത്ത് ബൈക്കൊണുകാവില്ല. എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലും ചൊല്ലുടൂ, പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ചൊല്ലുടൂ, മയ്യത്തിനെ ಬೇಗ എടുക്കണു ചൊമ്മനാറ കാക്കു തീരാ. സൗദിയിലെ മോള് ബണ്ട, ബാംഗ്ലൂരിലെ മോള് ബണ്ടാല്, ചെന്നൈയിൽ പഠിക്കണുക്ക് പോയ മോള് ബണ്ടാല്, മെഡ്രാസിൽ കമ്പനിയിലുള്ള മോള് ബണ്ടാ ചൊന്ന് മയ്യത്തിനെ കാപ്പാട്ടുകു തീരാ. മയ്യത്തിനെ എത്ര ಬೇಗ അവിടെ അത്ര ಬೇಗ എടുക്കരുത്. ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. സുബ്ഹാനല്ലാഹ്. ഇന്റെ സൗദിയിലുള്ള മോണുകു വേണ്ടിയിട്ട് സ്വന്തം ബാപ്പയുടെ ഉമ്മയുടെ മയ്യത്തിനെ ഫ്രീസറിൽ പോലും ബൈക്കിടകനിക്കത്തെ ദുരവസ്ഥയാ കണ്ടുകൊണ്ടുള്ളേ. അള്ളാഹുടെ പേടിച്ച് ജീവിക്കണോ ബാധ്യതയുള്ള മുസ്ലിമേ. വേണ്ട മോനെ, ഒരു ഹയാത്തുള്ള മനുഷ്യനക്ക് താങ്ങണുകാവാത്തത്, ജീവമുള്ള ഒരു മനുഷ്യനക്ക് സതിക്കണുകാവാത്തത്, ജീവമുള്ള ഒരു മനുഷ്യനക്ക് നൊമ്പലാവിടത്, ജീവമുള്ള മനുഷ്യനക്ക് ഇഷ്ടപ്പെടാത്തത്, മയ്യത്തിരൊട്ടിಗೆ അത് കാട്ടുക തീരാ. ജീവമുള്ള ഒരു മനുഷ്യനക്ക് എന്തൊരു സാധ്യമാവാല, എന്തൊരു വെറുപ്പാവിടൂ, എന്തൊരു ദിന്നാവിടൂ, എന്തൊരു നൊമ്പലാവിടൂ, എന്തൊരു താങ്ങണുകാവില്ല, എന്തൊരു ഗലീജാവിടൂ. അത് എല്ലാ കാരണത്തെയും മയ്യത്തിനെ സൂക്ഷിക്കണു. ഹയാത്തിലുള്ള നിക്ക് സാധ്യമാവാത്തത് മയ്യത്തും പാടില്ല. ഹയാത്തിലുള്ള നീന് എത്ര ആരോഗ്യമിന്നെങ്കിലും ഒരു 5 മിനിറ്റ് ഫ്രീസറിന്റെ ഉള്ളിൽ കിടക്കണു തയ്യാറാവൂടെ. നല്ല ആരോഗ്യമുണ്ടു, എല്ലാ നാളും ജിമ്മിലൊരു 2-3 ഗಂಟೆ കളിക്കിട ആളാൻ.
ഒരു അനാവശ്യമായ ഫുഡ് അവൻ്റെ തടിക്ക് ഇങ്ങനെ പ്രോട്ടീന് കൂടുതൽ കണിക്കെത്തത്, കൊളസ്ട്രോൾ ഉണ്ട് അവിടെ കണിക്കത്ത്, തിന്നാത്ത കണിക്കത്ത്, ആരോഗ്യത്തെ നിലനിർത്തിയ നല്ല ജിമ്മുക്ക് പോയ ആളാണെങ്കിൽ പോലും 5 മിനിറ്റ് ഫ്രീസറിന്റെ ഉള്ളിൽ ദഹിക്കണു സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് മുസ്ലിമേ മയ്യത്തിനെ നീ ഫ്രീസറിൽ ബേക്കണു സപ്പോർട്ടാക്കിയത്? എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ മയ്യത്ത് അങ്ങനല്ല. അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നബിമാരെ ശരീരമുണ്ടല്ലേ അല്ലാഹ് മണ്ണിക്ക് ഹറാമാക്കിയറാ. അള്ളാന്റെ പ്രവാചകന്മാരുടെ ശരീരമുണ്ടല്ലേ, തടിവുണ്ടല്ലേ അല്ലാഹ് ഭൂമിക്ക് ഹറാമാക്കിയറാ. എത്ര വർഷം പോയെങ്കിലും ആ തടി എന്തുമാവാല. അള്ളാന്റെ പ്രവാചകന്മാരെ നബിമാരെ തടി മണ്ണിലെന്തോ ആവാല. ഞങ്ങളെ തടി ഞങ്ങൾ വലിയാണെങ്കിൽ പോലും മണ്ണിൽ വെച്ചിട്ടാകുമ്പോ കറകൊണുക്ക് തീരാച്ചുള്ള നിയമം എന്തും ഇല്ല. ചില ജാഗയിലുണ്ട് ബാബ, അത് വലിയുണ്ടായെങ്കിലും ദർഗ നേരതുണ്ടായെങ്കിൽ ഞങ്ങൾ ഉടച്ചു നോക്കുക, ഉണ്ടായില്ല നോക്കുക. എന്ത് ഹമാക്കത്തിത്, എന്ത് ബുദ്ധിശൂന്യത്, വിവരമില്ലാത്ത ജാഹിലാണ്. ഇസ്ലാമിന്റെ ഗന്ധകാളി കൊന്തില്ലാത്ത തമ്മാടികളല്ലേ. ഒരു വലിയാണെങ്കിൽ മയ്യത്ത് കബറിൽ വെച്ചെങ്കിൽ ദ്രവിച്ചു പോണക്ക് തീരാച്ചുള്ള നിയമം ഉണ്ടാ? ഒരു ആലിമാണെങ്കിൽ സയ്യിദാണെങ്കിൽ മണ്ണിൽ വെച്ചിട്ടാകുമ്പോ ശരീര അത് മണ്ണായിട്ട് പോണക്ക് തീരാച്ചുള്ള നിയമം ഉണ്ടാ? അള്ളാന്റെ പ്രവാചകന്മാരെ തടി മാത്രം മണ്ണുക്ക് ഹറാം. ചില സ്വാലിഹീങ്ങളുടെ ശരീരത്തെ അല്ലാഹു മണ്ണിടെ തൊട്ട് സൂക്ഷിക്കുന്നത് വിഷയ പേരെ. അള്ളാന്റെ റസൂൽ വഫാത്തായിട്ട് എത്രമോ വർഷം കഴിഞ്ഞാൽ പിന്നെ 80 വർഷം കഴിഞ്ഞാൽ പിന്നെ മദീനത്തെ പള്ളിയുടെ റൗള ഷരീഫിന് മതിൽ ചെരിഞ്ഞു പോന്നു. ഒരേ ഒരു സ്വഹാബി എൻ്റെ ഹയാത്തിലില്ല, ഒരൊറ്റ സ്വഹാബി ഹയാത്തിലില്ല. എല്ലാ സ്വഹാബികൾ വഫാത്തായ നന്തരമാണ്. 80-90 വർഷം കഴിഞ്ഞിട്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ ജനന ഹിജ്റ 93-ാമത്തെ വർഷത്തിൽ. ഇണ്ടിപ്പ ഹിജ്റ 1440 ചില്ലറ, 2025 ഇസവി. ഹിജ്റ 1447 1447 ഹിജ്റ. ഹിജ്റ 93-ാമത്തെ വർഷത്തിലാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുയുടെ ജനന. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സ്വഹാബികളെ കണ്ട മഹാനാണ്. ഹിജ്റ 93-ലൊപ്പം സ്വഹാബികൾ ജീവിച്ചിട്ടിന്നാറോ ചൊന്നിട്ടായില്ലേ? 93-ൽ ജനിച്ച അബൂ ഹനീഫ ഇമാം സ്വഹാബത്തിലെ കണ്ട മഹാനാണ്. അപ്പൊ എല്ലാ സ്വഹാബത്തിലെ മരണത്തെ നന്തര 80-90 വർഷം കഴിഞ്ഞാൽ പിന്നെ റൗള ഷരീഫിലെ മതിൽ ചെറിഞ്ഞു പോന്നു. ആ മതിൽ ചെറിഞ്ഞു പോന്നിട്ടാകുമ്പോൾ എല്ലാവരും വന്നിട്ട് മതിൽ നേരാക്കണു, രണ്ടാമതിരെ സമാക്കണു ചൊല്ലിട്ട് തീരുമാനത്തിൽ വന്നിട്ട് മതിൽ സമാക്കൊന്നിണ്ടാറ് കൊട്ടുപ്പിക്കാസെല്ലാം കൊണ വന്നിട്ട് സുബ്ഹാനല്ലാ സമാക്കും പൊത്തുകൊണ്ടു റൗള ഷരീഫിലെ മുട്ട ഒരു പാദകാൽ കണ്ടോണ്ടുണ്ട്. കാലിലെ പാദ അങ്ങനെ കണ്ടോണ്ടുണ്ട്, ഫ്രഷ് പാദകാൽ എന്തോ ആയിട്ടില്ല, പന്തിട്ടേ ഇല്ല, കാൽ കണ്ടോണ്ട്. എല്ലാവരും പേടിച്ചു പോയാർ. സുബ്ഹാനല്ലാ, ഇത് ആരെ പാത, ഇത് എന്തിലെ കാൽ, ഇത് അള്ളാന്റെ റസൂലിന്റെ പാദകാലായിട്ടിക്കൊണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാടെ ഔത്തെ മുറിയോൾത്തെ ഉൽഗ, ആയിഷ ബീവി ഔത്തെ റൂമിടെ ഉൽഗ അള്ളാന്റെ റസൂലുക ഖബർ ഷരീഫ് ഉള്ളത് റൗള ഷരീഫ്. അതിന്റെ മുട്ടമേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളിതും അതിന്റെ മുട്ടമേ തെല്ലുകീലായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളിതും. അപ്പൊ ഈ പാത കാണുമ്പോൾ എല്ലാവരും പേടിച്ചു പോയത് അള്ളാന്റെ റസൂലിന്റെ പാദകാല, അള്ളാന്റെ പ്രവാചകന്മാരെ തടി മണ്ണുക ഹറാമല്ലേ. 80-90 വർഷം 100 വർഷം കഴിഞ്ഞെങ്കിലും അള്ളാന്റെ റസൂലിന്റെ പാദമേ ഇത്. അപ്പൊ സ്വഹാബിങ് ആറും ഇല്ല അതിന്റെ ഗുർത്ത പിടിക്കണം. അള്ളാന്റെ റസൂലിന്റെ ഗുർത്തവില്ല, അള്ളാന്റെ റസൂലിന്റെ പാദത്തെ നോക്കി സ്വഹാബിങ് ആറും ഇല്ല ഹയാത്തില്. സ്വഹാബത്തിലെ ശിഷ്യന്മാരുള്ളാർ. ആ ശിഷ്യഗണത്തിൽ പറ്റ പ്രമുഖനായ സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ വലിയ പണ്ഡിതനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഈ പാദത്തെ നോക്കിയിട്ട് സൂക്ഷ്മതയോടെ നോക്കിയിട്ട് ചൊല്ലുന്നു, വല്ലാഹി ഇത് അള്ളാന്റെ റസൂലിന്റെ പാദല്ല, വല്ലാഹി ഇത് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുയുടെ പാദകാലായിട്ട് കേട്ടിട്ട്. ഉമർ ഖത്താബ് അള്ളാന്റെ നബിയ, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പക്ഷെ ആ സ്വഹാബിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുയുടെ പാദകാല് 80-90 വർഷം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു നിലനിർത്തിറാ. അങ്ങനെ ചില സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ടോ എങ്കിൽ അള്ളാഹുടെ പ്രവാചകന്മാരുടെ ശരീരമുണ്ടല്ലോ പെണ്ണുങ്ങള്. എത്ര 1000 വർഷം കഴിഞ്ഞെങ്കിലും മണ്ണില്ലാതെ അങ്ങനെ നിലനിൽക്കട്. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത അധികാരം എത്ര വലിയതാണ്, ജിന്നുകളെ പോലും നിയന്ത്രിക്കടെ കഴിവാണ്.
ആ ബന്ന മനുഷ്യന് സുലൈമാൻ നബി രട്ടിക ചൊല്ലുടൂ. സുലൈമാൻ നബി നിങ്ങൾക്ക് അല്ലാഹു അധികാരത്തെ തന്നറാ. പക്ഷികളൊട്ടിಗೆ ಪಲಕ ಬರಿಡಕ ನಿಗೆ ಭಾಷೆ ಅಲ್ಲಾಹು ಪಡಿಪಾಟಿ ತನ್ನರ. എറുമ്പൊരൊട്ടിಗೆ പോലും പലക ബരിയണകാവുടൂ. കാത്തിങ്ങനെ സഞ്ചരിക്കടെ, കാത്തിരെ പോലും നിയന്ത്രിക്കടെ കഴിവിടെ അല്ലാഹു നിങ്ങൾക്ക് തന്നറാ. ധാരാളം സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് തന്നറാ. പക്ഷെ ನಾನು ഫഖീറനാണ്, നക്കല്ലാഹു എന്തും തന്നിട്ടില്ലല്ലേ നബിയേ. ഒരു പാവപ്പെട്ട ദരിദ്രനായ ഫഖീറായ ഒരാള് പോയി ചൊല്ലുമ്പത്തുകൂ പാമ്പിലത്തിൽ വാത് കേൾക്കണത് തന്നെ ഈമാനുള്ള മുസ്ലിമീങ്ങള് ഈ ദുനിയാവിലുള്ള വലിയ വലിയ കോട്യാധിപതികളെ കണ്ടിട്ട്, ലക്ഷാധിപതികളെ കണ്ടിട്ട്, നല്ല സമ്പത്തുള്ള ആളുമാരെ കണ്ടിട്ട്, വലിയ വലിയ അബവുള്ള മാളികവുള്ള വലിയ വലിയ കാറുള്ള ആളുമാരെ കണ്ടിട്ട് പടച്ചോട് നണ്ടിങ്ങനെ ദരിദ്രനാക്കിയതാച്ചൊന്ന് ബീരിക്കടെ ഈമാനുള്ള മുസ്ലിമീങ്ങള് അങ്ങക്ക് അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തറാ. ഞാൻ പിന്നൊരാളിട്ടിക കൈ നീട്ടണായി ബന്നവണല്ലേ ചൊന്നു ബീരിക്കടങ്ങള്. സുലൈമാൻ നബി രട്ടിക ഫഖീറായി ബന്ന ഒരാൾ ഇങ്ങനെ ചൊല്ലുമ്പത്തുകൂ ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ മനുഷ്യന്റെ ഒട്ടിക ചൊല്ലോടൂല. ഓണാനിക്ക് 50,000 സ്വർണ്ണ നാണ്യത്തിനാണ് തണ്ട്. 50,000 ಬಂಗಾರೆ കോയിൻസ് നാണ് തണ്ട്. ബദലുക്ക് നിന്റെ കണ്ണടെ കാഴ്ച നഷ്ടപ്പെടുകയാണ് അല്ലാഹുരൊട്ടിಗೆ ദൂര കെട്ട. അല്ലാഹു എന്തും നക്ക് തന്നിട്ടില്ലാണ്ടല്ലേ നിങ്ങൾ ചൊന്ന് 50,000 ಬಂಗಾರ നാണ്യങ്ങളെന്നാണ് തണ്ട്. പക്ഷേ അല്ല തന്നെ കണ്ണടെ കാഴ്ച നഷ്ടപ്പെടുകയാണ് ദുവറക്കെട്ടാന്നാണ് അല്ലാഹുവിന്റെ നബിയാണ് നിന്റെ ദുആത്ത് അല്ല ഉത്തരതണ്ട. ആ മനുഷ്യൻ ചൊല്ലു വേണ്ട നബിയേ, കണ്ണുക കാഴ്ച ചെയ്യുന്നില്ലെങ്കിൽ 50,000 സ്വർണത്തെ നാണ്യം നിട്ടുന്നാണ് എന്താക്കു നബിയേ. സുലൈമാൻ നബി പുഞ്ചിരിച്ചിട്ട് കേൾക്കട്ടെ, എങ്കിൽ കാതിരെ കേൾവി നഷ്ടപ്പെടുത്തുക പറക്കട്ടാൻ. അപ്പം ആള് ചൊല്ലു 50,000 സ്വർണ്ണ നാണ്യം കിട്ടിയിട്ട് കാത് കേട്ടില്ലെങ്കിൽ എന്നൊക്കെ എന്തിനാക്കു. പിന്നെ അപ്പൊ സുലൈമാൻ നബി ചൊല്ലു, എങ്കിലും നോക്കുന്നു എൻ്റെ 50,000 സ്വർണ്ണ നാണ്യം അല്ലാഹു നക്ക് തന്നതിരക്കാണ് ബലമുള്ളത് നിന്റെ ഒട്ടുകൊല്ല കണ്ണല്ലേ എനിക്ക് അല്ലാഹു തന്നത്. 50,000 സ്വർണ്ണ നാണ്യത്തെ കാണ യാറെ ബലമുള്ളത് നിന്റെ കാതല്ല അല്ലാഹു നിക്ക് തന്നെ കാത്. അപ്പൊ ഈ 50,000 സ്വർണ്ണ നാണ്യത്തിക്ക് ബദലുക നിന്റെ കണ്ണിടെ നീ കൊടുക്കണു സാധ്യയില്ല, തയ്യാറില്ലാണ്ട് കണ്ടെങ്കിൽ അപ്പൊ അല്ലാഹു നക്ക് തന്നെ സ്വർണ്ണ നാണ്യത്തെ കാണ യാറെ ബലമുള്ളത് നിക്കും അല്ലാഹു തന്നില്ലേ. അത് നിക്ക് അറിഞ്ഞില്ലാണ്ട് മാത്രമാണ്, അതിനിക്ക് തെരിഞ്ഞില്ല, നിക്കത് മനസ്സിലാക്കണുക ഇല്ല, അള്ളാഹുടെ അറിയുക നിക്ക് സാധ്യമായില്ല. അള്ളാഹു തന്നെ നിഅമത്ത്, അള്ളാഹു തന്നെ അനുഗ്രഹത്തെ അറിയണുകയില്ല. ബഹുമാനപ്പെട്ട ഖലീഫ ഹാറൂൻ റഷീദ് പ്രഗൽഭനായ ധാരാളം ആലിമീങ്ങളെ സ്നേഹിച്ച വലിയ ഒരു മഹാനായ രാജാവാൻ. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ബക്കേറ്റ് വേണ്ടി പിന്നെ നിങ്ങളെ നല്ലോണം സഹായിക്കോറും. നിങ്ങളെ കൊണ്ട് അവിടെ നല്ല നിലക്കുള്ള സംഭാവന കൊടുക്കോറും. അള്ളാഹു നിങ്ങൾ എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം ചൊന്നോട്ട് വന്നേ, ഖലീഫ ഹാറൂൻ റഷീദ് വലിയ രാജാവാണ്, ഒരുപാട് ആലിമീങ്ങളെ സ്നേഹിച്ച എനിക്കത്തെ ആളാണ്. അപ്പം ഈ ഖലീഫ ഹാറൂൻ റഷീദ് അയാളുടെ കൊട്ടാരത്ത് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു വലിയ ഒരു മഹാൻ വലിയായ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു പോയിട്ട് ഇങ്ങനെ രാജാവിടെ നോക്കുമ്പോഴത്തേക്ക് രാജാവിടെ എല്ലാവരും ബഹുമാനിക്കിടാറ്. രാജാവ് നടന്നു പറയുമ്പോൾ എഞ്ചി നിൽക്കിടാറ്. വലിയ വലിയ മന്ത്രിമാർ പോലും ഹാറൂൻ റഷീദിനെ കാണുമ്പോൾ എഞ്ചി നിൽക്കിടാറ്. ഹാറൂൻ റഷീദ് എന്തിനെ വേണോ അതിനപ്പം ഓടി വന്ന് കൊടുത്തുട്ടൈത്ത്. തണ്ണി വേണോ ചെന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ബഹുമാനത്തോടെ ഓടി വന്ന് തണ്ണീര് കൊടുത്തുട്ടൈത്ത്. ഇതെല്ലാത്തെ നോക്കടോ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ വലിയ മഹാനാണ്, വലിയാൻ. ഹാറൂൻ റഷീദ് ഇബ്നു സമ്മാക്കിനെ കാണുമ്പോൾ ബഹുമാനിച്ചിട്ട് വിളിച്ചിട്ട് മുട്ട ആദരിച്ച് ദൈപ്പാട്ട്. അപ്പൊ ഇബ്നു സമ്മാക്ക് കേൾക്കട്, യാ ഹാറൂൻ റഷീദ് രാജാവേ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആൾമാർ എത്ര ബഹുമാനിക്കടാർ, ആദരിക്കടാർ, നിങ്ങൾക്ക് എത്ര ബലമുണ്ടു. നിക്കോറു ചിലപ്പോൾ വഅദക ബന്ന് നന്റെ നിങ്ങൾ പിർസാക്കിയാർ, ആദരിച്ചാർ, ബഹുമാനിച്ചാർ. എന്തേ വഅദക ബന്ന് ഉസ്താദ് ദഫുൽ കൂട്ടിയ വന്നാറ്, എന്തേ വഅദക ബന്ന് ഉസ്താദ്. ചിലപ്പോൾ നാണതക്ക് അർഹനെ അല്ല, ചിലപ്പല്ല നേരായിട്ടും അർഹനെ അല്ല. ഒരു ദഫുൽ കൂട്ടിയ ബണ്ടുകൊണ്ടെങ്കിൽ അർഹത്തെ ഉള്ള ആൾമാറാ നങ്ങ. ദഫുൽ കൂട്ടിയോണ്ട് ബണ്ടെങ്കിൽ എനിക്ക് അർഹത്തെ ഉള്ള ആൾമാർ നങ്ങല്ല. അങ്ങനത്തെ മഹാന്മാർ കഴിഞ്ഞു പോയാറ്. ബഹുമാനപ്പെട്ട ശൈഖുന മിത്തബൈൽ ഉസ്താദ്, അല്ലാഹു ആ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഈ അടുത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ചൊല്ലുന്ന മഹീതമായ പ്രസ്ഥാനത്തെ മുശാവറ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശൈഖുന തൊട്ടി മാഹിൻ ഉസ്താദ്, അല്ലാഹു ആ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നിങ്ങളുടെ ജമാഅത്തിലെ ഖതീബ് ഉസ്താദിനും കൂടി ഉസ്താദാണ്, നണ്ടയും ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശൈഖുന തൊട്ടി ഉസ്താദ്. എത്ര വലിയ മഹാനാണ്, എത്ര വലിയ മഹാൻ.
50 വർഷ ദർസ് നടത്തിയ കനിക്കത്തെ മഹാൻ. ദർസു ചൊന്നെങ്കിൽ എങ്ങനെ? ചില്ലാരുടെ ദർസൊന്നും അല്ല. കാലി മഗ്രിബിയുടെ ഇശായുടെ ഇടയ്ക്ക് മാത്രം ഓതി, അതങ്ങനത്തെ ദർസല്ല. സുബൈയുടെ പിടിച്ചിട്ട് അസർ അവിടെ ഇടയ്ക്ക്, സുബൈരെ പിടിച്ചിട്ട് അസർ അവിടെ ഇടയ്ക്ക് 16 ക്ലാസ് എടുത്ത നാളുണ്ട് ഷെയ്ഖുന തൊട്ടി ഉസ്താദ്. നല്ല നല്ല ടീച്ചർമാരുള്ളാർ, ഉസ്താദന്മാരുള്ളാർ അല്ലേ, നല്ല നല്ല മാസ്റ്റർമാരുള്ളാർ. ഒരു നാളിൽ എത്ര പീരീഡ് എടുക്കോ സാധ്യാവും? ഞങ്ങൾക്ക് എത്ര ക്ലാസ് എടുക്കോ സാധ്യാവും? 2 ഗಂಟೆ പ്രസംഗിച്ചെങ്കിൽ പിന്നെ ഈ തൊണ്ട സമായിട്ട് 4 വാഴ ചൊല്ലണമെങ്കിൽ എന്തെല്ലാം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ഖതീബിലോട്ട് കേട്ടു നോക്കുക. അയാൾ ചിലപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഉസ്താദ് നൻ്റെ സൗണ്ട് ഇതെല്ലാം സമാക്കണം എന്തിനാ കൊടുന്നാൽ. അപ്പോൾ ഞാൻ ഇന്നലെ അയാൾക്ക് നല്ലൊരു മറന്ന് ചൊന്നു കൊടുത്തു. അള്ളാഹു ശബ്ദത്തെ അള്ളാഹു നിലനിർത്തിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന തൊട്ടി ഉസ്താദ് 16 ക്ലാസ് ദർസ് ഒരു നാളിൽ, അങ്ങനെ 50 വർഷം ദർസ് നടത്തിയ എനിക്കത്തെ മഹാൻ ആ ഷെയ്ഖുന തൊട്ടി ഉസ്താദ്. അത്ര വലിയ ആലിമായിട്ടും സമസ്തത്തെ മുഷാവറ മെമ്പറായി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും പേടിച്ച് പുൽപുട്ടി എന്തിനാ കൊന്നുണ്ട? നാണതൊക്കെ യോഗ്യനല്ല മുഷാവറ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകണം. ഒരു നിലക്കും ഒപ്പില്ല. പല ജാഗയുടെ കാദിയാറാവണമെന്ന് നിർബന്ധിച്ചാറ് വഫാത്ത് വരേക്കും കാദിയായിട്ട് ഒരു ജാഗയിലും ഒത്തേയില്ല. ഞങ്ങളെ മീത്ത് വിളിച്ചിട്ട് ആചാര്യ നിങ്ങളെ കാലിയാക്കിടാറുള്ള ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ചൊല്ലോരെല്ലാവരട്ടും തക്ബീർ ചൊല്ലുവട്ടൻ ಖುಷಿಯ ವಿಷಯ. ಅಲ್ಲ ನಿಂಗೆ ಬರ್ಕತ್ತಾಕಟ್ಟು ಬೇಗ ಹಾಕೋರು ಕಾಲಿ ಬೇರೆ ಬಂದಿಟ್ಟು ನಂಡೆ ಹಾಕೋರು ಚೊಳ್ಳೆಗಾಡ ಮುನ್ನಲೆ ನಂಡೆ ಬೇಗರಕ್ಕೆ ಹಾಕಿರೋರು കാലിക പോലും പൈപ്പോട്ടി. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തൊട്ടി ഉസ്താദിനെ കാദിയാവുക ചൊന്നാറ്. ഷെയ്ഖുന തൊട്ടി ഉസ്താദ് ചൊന്നെന്തിനെ കൊന്നുണ്ട? നാണ് ಅದಕ್ಕೆ ಅರ್ಹತೆ ಉಳ್ಳ ಆಳಲ್ಲ. ഷെയ്ഖുന മിത്തബൈൽ ഉസ്താദിനെ കാദിയാവുക ചൊന്നാറ്. ಘಟ್ಟ ಭಾಗത്തെ ಚಿಕ್ಕಮಗಳೂರು ಭಾಗത്തെ ಮೂಡಿಗೆರ ಭಾಗത്തെ പല ആൾമാരും വന്നാറ് ഔട്ടെ ആലിമികളെ പിടിച്ചോണ്ടു. ഷെയ്ഖുന മിത്തബൈൽ ഉസ്താദ് ഞങ്ങളെ ഭാഗത്തെ പരിസരത്തിൽ കാദിയാവനുണ്ട്. ഷെയ്ഖുന മിത്തബൈൽ ഉസ്താദ് അങ്ങനെ ഒട്ടിಗೆ എന്തിനെ ചൊന്നെ കൊന്നുണ്ട? സാധാരണക്കാരൊട്ടിಗೆ ഇപ്പൊ കാദിയുടെ അർഹತೆ എന്തിനെ ചൊല്ലതല്ല, കിതാബ് ഇങ്ങനെ ചൊന്നിട്ട് തുറന്നിട്ട് കാട്ടുകാവില്ലല്ലേ. അങ്ങനെ ഒട്ടിಗೆ ചൊന്നെ കാദിയാറാവണമെങ്കിൽ വലിയ പഠിപ്പ് വേണു. നമുക്ക് അത്ര പഠിപ്പെന്തോ ഇപ്പം ഇല്ല, നാണിപ്പം പഠിച്ചോണ്ടേ ഇല്ല. അത്ര പഠിപ്പായം കുറവേലെ ഇൻഷാല്ല നാണിങ്ങനെ ബിൽച്ച് ചൊല്ലേ നന്റെ കാലിയാക്കൊരു നന്റെ ആ പഠിപ്പ് കാലിയാവണമെങ്കിലെ പഠിപ്പ് പൂർണ്ണമായിട്ട് ചൊല്ലേ. ഷെയ്ഖുന മിത്തബൈൽ ഉസ്താദ് ഇൽമുടെ ബഹറാണ്, ഇൽമുടെ കടലാണ്. ഷെയ്ഖുന തൊട്ടി ഉസ്താദ് ഇൽമുടെ ബഹറാണ്, കടലാണ്. ഏത് മഹലിന്റെ കാദിയാവനകു യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. പക്ഷെ പേടിച്ചിട്ട് ചൊന്നെന്തിനെ കൊന്നുണ്ട? നാണത് അർഹത ഉള്ള ആളല്ല. എന്ത് പേടി? അള്ളാഹുടെ പേടിയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തൊട്ടി ഉസ്താദിന്റെ അവസാനം ഷെയ്ഖുന തൊട്ടി ഉസ്താദിന്റെ മർമോനായ രണ്ടാമത്തെ മോളെ മാപ്പുല നിങ്ങളെ ജമാഅത്തിലെ ഖതീബ് അബ്ദുർ റഷീദ് യമാനി ഉസ്താദിന്റെ ശരീക്കായ ചങ്ങായിയായ കോളേജിൽ ഒട്ടിക പിടിച്ച അബ്ദുൽ നാസിർ യമാനി ചൊല്ലെ ഷെയ്ഖുന തൊട്ടി ഉസ്താദിന്റെ രണ്ടാമത്തെ മർമോൻ ഒട്ടിക പല മഹല്ലിന്റെ ആൾമാർ വന്ന് ചൊന്നാറ് അബ്ദുൽ നാസിർ യമാനി ഉസ്താദ് നിങ്ങൾ ഉസ്താദിന്റെ ശിഷ്യനല്ലേ, നിങ്ങൾ ഷെയ്ഖുന തൊട്ടി ഉസ്താദിന്റെ മർമോണല്ലേ, ഒരേ ഔത്തുലല്ലേ ഉള്ളേ. എങ്ങനെയെങ്കിലും ഉസ്താദിനെ വന്ന് കാദിയാറാവണു ഒപ്പുപാട്ടണു. സുബ്ഹാനല്ലാഹ്. മർമോൻ അബ്ദുൽ നാസിർ യമാനി ഉസ്താദിനെ നിർബന്ധിക്കുമ്പോഴത്തേക്കു ഉസ്താദെ നിങ്ങൾ കാദിയാറായിട്ട് സമ്മതിക്കണോ വെക്കണോ ചൊല്ലുമ്പോഴത്തേക്കു ഷെയ്ഖുന തൊട്ടി ഉസ്താദ് അബ്ദുൽ നാസിർ യമാനിരൊട്ടിക മർമോനൊട്ടിക കേട്ടവരോ പലക്കവുണ്ടു. അബ്ദുൽ നാസിർ കാദിയാരെ മർമോനോണ്ട് ചൊല്ലുപാട്ടൊക്കെ നിങ്ങൾക്ക് ആശ ഉണ്ടാ? അതല്ല നിങ്ങളെ കാക്ക കാലിയിട്ട് ചൊല്ലണോ ചൊല്ലെ ആഗ്രഹം നിങ്ങൾക്കുണ്ടാ? അതല്ലാണ്ട് കണ്ടെങ്കിൽ കാലി ചൊല്ലത് എന്തിനേണ്ടി നിങ്ങൾക്ക് കൊന്നുണ്ട? അബ്ദുൽ നാസിർ യമാനി ഈ സമുദായത്തിൽ നിന്നാണ് ഒരു മഹല്ലയുടെ കാദിയായെങ്കിലേ ആ കാദിയായ മഹല്ലിൽ ഒരു പെണ്ണിടെ നിക്കാക്കി കൊടുക്കുമ്പോഴത്തേക്കൂ ആ പെണ്ണുക്ക് വലിയില്ല, രക്ഷാധികാരിയില്ല. ആ പെണ്ണുക്ക് വലിയില്ല, കായം താക്കി കൊടുക്കുമ്പോ കൈ നീട്ടണ ഒരാളില്ലാണ്ട് കണ്ടെങ്കിൽ ആ പെണ്ണിടെ ജവാബ്ദാരി ആറുകാണ്. ഉസ്താദിന്റെ മറുമോണ് ചൊല്ലത് കാദിയാറുകാണ്. ഒരു പെണ്ണുക്ക് ബാപ്പ ഇന്നില്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പ ഇന്നില്ലെങ്കിൽ അതിരെ കാണാൻ മൂല പിന്നെ അജ്ജയുടെ ബാപ്പയ്ക്കോ ചൊല്ലത് ഉറപ്പേ ഇല്ലല്ലേ. എങ്കിൽ ബാപ്പയുടെ ബാപ്പമാ ഇന്നില്ലെങ്കിൽ സ്വന്തം സഹോദരനാണ് പെണ്ണിടെ കായം താക്കി കൊടുക്കണായത്. സ്വന്തം സഹോദരൻ ഇല്ലെങ്കിൽ ആ പെണ്ണിടെ ബാപ്പക്ക് മീത്ത് വേറെ പെഞ്ഞ ഇന്നിട്ട് അതിലാണ് മക്കൾ ഇന്നെങ്കിൽ
അവന് പ്രായപൂർത്തിയായവനായെങ്കിൽ ആ ആങ്ങളെയാണ് കായന്താക്കി കൊടുക്കാനായത്. അങ്ങനെ ഇല്ലാണ്ട് കണ്ടെങ്കിൽ സ്വന്തം ആങ്ങളക്ക് മീത്ത മക്ക ഉണ്ടോണ്ട് കണ്ടെങ്കിൽ ആ മക്കളാണ്. പ്രായപൂർത്തിയായെങ്കിൽ ആ മക്കളാണ്. ഇങ്ങനെ നീട്ടി 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 പോകുമ്പോത്തുകൂ സുബ്ഹാനല്ലാഹ്. അവസാനം ഒരാളും പെണ്ണിടെ കായം താക്കി കൊടുക്കുമ്പോ കൈ നീട്ടുകയില്ലാണ്ട് കണ്ടെങ്കിൽ അവസാനം ആ പെണ്ണിടെ കായം താക്കി കൊടുക്കുന്ന അധികാരം ആ മഹല്ലുടെ ഖാദിയാറുകാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ തൊട്ടി ഉസ്താദ് ചൊല്ലുടൂ, നാമീത്ത് ഖാദിയായ മഹല്ലിൽ ഒരു പെണ്ണുക്ക് ബാപ്പയില്ല, ബാപ്പയുടെ ബാപ്പയില്ല, ആങ്ങളമാരില്ല, കൈ നീട്ടുക ഒരാളും ഇല്ലാണ്ട് കണ്ടെങ്കിൽ ആ പെണ്ണിടെ അധികാരം ഈ നക്ക് കിട്ടിയിട്ട് കണ്ടെങ്കിൽ പെണ്ണിടെ ബാപ്പയുടെ സ്ഥാനത്തിൽ നിന്നിട്ട് നാണ് കായം താക്കി കൊടുക്കരക്ക് എനിക്ക് ഒരു അവസരമീത്ത് വന്നു പോയെങ്കിൽ നക്കല്ലാഹു തന്നെ 2-3 പെണ്ണുമക്കള്. ശൈഖുനാ തൊട്ടി ഉസ്താദ് 3 പെണ്ണുമക്കളാണ്. 3 മങ്ങിലാക്കി കൊടുത്തത് ആലിമീങ്ങളാണ്. 2 പെണ്ണുമക്കളെ നാണ് മങ്ങിലാക്കി കൊടുക്കുമ്പോ 30 പവനും 40 പവനും ബംഗാറിട്ടിട്ടാണ് കൊടുത്തത്. നാണ് മീത്തൊരു പെണ്ണിടെ ബാപ്പയുടെ സ്ഥാനത്ത് നിന്റെ കായം താക്കി കൊടുക്കരക്ക് എനിക്ക് ഒരു അവസരമീത്ത് വന്നു പോയെങ്കിൽ ആ പെണ്ണിടെയും ഇതുപോലെ 40 പവന ബംഗാറിട്ട് കൊടുത്ത് മങ്ങിലാക്കണു നന്റെ കൊണ്ടായില്ലെങ്കിൽ അല്ലാഹുടെ മഹ്ശറത്തിൽ നാണ് കുടുങ്ങുവല്ലേ മോള്. അതുകൊണ്ട് നിന്റെ ഖാദിയാറാവിടുക മരിക്കോള ചൊല്ലുക തീരാ. സുബ്ഹാനല്ലാഹ്. സ്വന്തം മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിക്കുമ്പോഴത്തേക്ക് ചിലപ്പോ ഉസ്താദ് ശിക്ഷ തരൂ. ഞങ്ങളിൽ പല ആളുമാരും ഉസ്താദിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളുമാരാണ്. ഇൽമുക്ക് വേണ്ടിയിട്ട് കിതാബ് പഠിക്കണക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോ അധ്വാനിച്ച് പഠിക്കുമ്പോ മീത്ത ശ്രദ്ധ കുറവ് കാട്ടിയെങ്കിൽ ബേജവാബ്ദാരി തന്നെ കാട്ടിയെങ്കിൽ ഉസ്താദ് ഞങ്ങളെ ശിക്ഷിക്കൂ. അൽഹംദുലില്ലാഹ്. മുതഅല്ലിമായിരിക്കുമ്പോ ഉറുദിക്ക് പോകുമ്പോ എല്ലാ ചങ്ങായിമാരും റമളാനിൽ പല പള്ളിക്ക് പോയി ഉറുദി ചൊല്ലുമ്പോത്തുകൂ ഒരു നാളാലെ മുന്നല്ലോ എഞ്ചി നിൽക്കുമ്പോ കൈക്കാല ബെറന്നവനാണ് അഷ്ഫാഖ് ഫൈസി. ബഹുമാനപ്പെട്ട ശൈഖുനാ തൊട്ടി ഉസ്താദിന്റെ നാവിടെ ബറക്കത്ത് കൊണ്ട് നണ്ടൊട്ടിಗೆ നീന് പ്രസംഗിക്കൊണ്ടോ പളക്ക ചൊന്നത് കൊണ്ട് ആ ബറക്കത്ത് കൊണ്ട് ഇന്റെ എത്തരമാ ജാഗല വഴുതു ചൊന്ന് 12 വർഷത്തിലേട്ട് 600 സദസ്സിന് മേലെന്നാണ് വഴുതു ചൊന്ന്. അഹങ്കാര കൊണ്ട് ചൊന്നല്ല മുസ്ലിം. ബഹുമാനപ്പെട്ട ശൈഖുനാ തൊട്ടി ഉസ്താദിന്റെ നാവിടെ ബറക്കത്താണ്. ദർസുൽ പഠിക്കുമ്പോ നാളാലെ മുന്നല്ലോ സാഹിത്യ സമാജത്തിൽ പോലും എഞ്ചി നിന്റെ പ്രസംഗിക്കണു പേടിയാണ്. കൈക്കാല് ബെറന്ന് കണിക്കാവിടൂ, ദമ്മു കെട്ടി കണിക്കാവിടൂ. ബഹുമാനപ്പെട്ട ശൈഖുനാ തൊട്ടി ഉസ്താദ് പരിശുദ്ധ ഖുർആൻ ഓതി തരമ്പത്തുകൂ, സൂറത്ത് യൂസുഫിനെ വ്യാഖ്യാനിച്ച് തരമ്പത്തുകൂ. നണ്ടിട്ടുക ചൊല്ലു അഷ്ഫാഖ നീന് പ്രസംഗിക്കണു. ആ ബർക്കത്ത് കൊണ്ടാണ് നാണ് വഅദ് ചൊല്ലണത്. അല്ലാഹു തൗഫീഖ് തന്നരേ ചൊന്നോട്ടു നിന്റെ വിശ്വാസമാണ് സഹോദര. ആ ശൈഖുനാ തൊട്ടി ഉസ്താദ് സ്വന്തം ശിഷ്യന്മാരെ പ്രാപ്തരാക്കണക്ക് വേണ്ടി ചിലപ്പോ ശിക്ഷിക്കാനായി വന്നത്. എന്നിട്ട് പലപ്പോഴും പാതിര ജാബ് കെഞ്ചിട്ട് 2 ഗಂಟೆಗೆ 3 ഗಂಟೆ കെഞ്ചിട്ട് ശൈഖുനാ തൊട്ടി ഉസ്താദ് മക്ക പുൽപുട്ടതുപോലെ സേങ്കിട്ട് കിടക്കൽ തെച്ചിട്ട് പുൽപുടൂ. പലപ്പോഴും പാതിര ജാവ് കെഞ്ചിട്ട് പുൽപുട്ടതിന് കാരണം കൊണ്ടുണ്ടാ നന്റെ മുതഅല്ലിമീങ്ങളെ നാണ് ശിക്ഷിച്ചിര, നന്റെ മുതഅല്ലിമീങ്ങൾക്ക് നാണ് അടിച്ചിര. നാളെ അല്ലാഹുടെ മഹ്ശറത്തില് അല്ലാഹുമീത്ത് നന്റെ അടിമകളെ നിങ്ങൾ ശിക്ഷിച്ചിരാറല്ലേ എന്ന് നന്റെ ടിക കേട്ടെങ്കിൽ നന്റെ മുതഅല്ലിമീങ്ങളെ നാണ് ശിക്ഷിച്ചതിന്റെ പേരില് അല്ലാഹുമീത്ത് നന്റെ ടിക കേട്ടെങ്കിൽ അല്ലാഹുടെ മഹ്ശറത്തിൽ നാണ് എന്തിര ഉത്തര ചൊല്ലുടൂ. സുബ്ഹാനല്ലാഹ്. 50 വർഷ ദർസ് നടത്തിയ കനിക്കത്തെ മഹാനാണ്. അല്ലാഹുവിന്റെ പേടിക്കര് എത്തരമാ ജാബ് കെഞ്ചി പാതിര ജാബ് പുൽപുട്ടതിരെ കാരണം കേൾക്കുമ്പോത്തുകൂ ദക്ഷിണ കന്നഡ ജില്ലയിലും കേരളത്തെ പല ഭാഗത്തുള്ള ആലിമീങ്ങള് തങ്ങന്മാർ ചൊല്ലൂടെ ശൈഖുനാ തൊട്ടി ഉസ്താദ് ഞങ്ങളൊട്ടിಗೆ ബന്നപ്പ പുൽപുട്ടുറൂ. എന്റെ ഉസ്താദെ പുൽപുട്ടരെ കേൾക്കുമ്പോ കാരണം ചൊല്ലൂടെ അവസാനം നാണ് മരിക്കുമ്പോത്തുകൂ എന്റെ ഈമാൻ സലാമത്താവാ ഇല്ലേ ചൊല്ലെ പേടിയാ. 50 വർഷം പള്ളിയിൽ വെച്ച് ദർസ് നടത്തിയേ ഈ സമുദായത്തിലുള്ള പല ആലിമീങ്ങൾക്ക് തെറുകാട്ടി കൊടുത്തേ. ഈ സമുദായത്തിലുള്ള പല ആലിമീങ്ങൾക്ക് ഇൽമു ചൊന്നു കടത്തെ കണിക്കത്തെ ഉസ്താദുല്ല സാതീദായ ബഹുമാനപ്പെട്ട ശൈഖുനാ തൊട്ടി ഉസ്താദ് ആഖിറത്തെ പേടിയാണ്. അങ്ങനത്തെ സ്വാലിഹീങ്ങള് അത്ര വലിയ സ്ഥാനത്തെ അല്ല കൊടുത്തിട്ട് പോലും അങ്ങനെ സ്വഭാവം എങ്ങനെ കൊണ്ടുണ്ട മുസ്ലിമേ.
യംശൂന അലൽ അർദി ഹൗനാ. ദുനിയാവുൽ കബറില്ലാത്ത നിലക്കുള്ള വിനയാൻവിതനായിട്ടുള്ള നടത്തമാൻ. അത്ര വലിയ ആലിമായിട്ട് 50 വർഷം ദർസ് നടത്തിയ മഹാൻ, ഒരു നാളിൽ 16 ക്ലാസ് എടുക്കുന്ന മഹാൻ ഷെയ്ഖുന തൊട്ടി ഉസ്താദ്. ഒരു നാൾ നാ ഉസ്താദിനെ കാണുക പോയപ്പ പട്ടിക്കാട് ജാമ്യത്തിലുണ്ട് നാ പഠിച്ചുകൊണ്ടുള്ളേ. ഉസ്താദിനെ കാണുക ദർസ് വന്നപ്പ ചപ്പറ പടിയിട്ട് കീൽ തെച്ചിട്ട് ഉസ്താദിന്റെ കിതാബ് ഉപയോഗിക്കുന്ന ആൽമാരത്തെ അടിയിൽ തെച്ചിട്ട് ഇങ്ങനെ കിതാബ് നോക്കിയോണ്ട് ನಾನು ಸಲಾಮ್ ಚೊಂದಿಟ್ಟು ಉಸ್ತಾದ್ ಮುಟ್ಟ ದೀಕೋ ಚೊಂತ ದೆಚ್ಚೆ ಉಸ್ತಾದಿರಟ್ಟಿಗೆ ನಾ ಕೇಟೆ ಹಿಂದೆ ಉಸ್ತಾದ್ ಇಪ್ಪ ಇತ್ತರ ಅರ್ಜೆಂಟ್ಲಿಂಗನೆ നോക്കിയോല്ലേ. ഉസ്താദ് ചൊന്തു ആരോ ഫോണാക്കി കേട്ടാറ് റബിയുൽ അവ്വൽ ടൈമല്ലേ ക്വിസല്ലേ റസൂലുള്ളാഹി തങ്ങളെ പെഞ്ഞായിമാരുടെ കൂട്ടത്തിൽ അവസാനം വഫാത്തായ നബി തങ്ങളെ പെഞ്ഞായി ആറിട്ട് ആരാ ഫോണാക്കി കേട്ടാറ് അത് ചൊല്ലുക വേണ്ടിയിട്ടുണ്ട്. നങ്ങായെങ്കിൽ എന്താക്കാന്ത ഇവിടെ ഈ വേദിയിലുള്ള ഞാനടക്കമുള്ള ഞങ്ങളുടെ ഉസ്താദന്മാർ ചങ്ങായിമാർ റബിയുൽ അവ്വൽ മീത്ത് ക്വിസ് സുബ്ഹാനല്ലാഹ് അതിൻ്റെ ക്വിസ് കേൾക്കട വേണ്ട. മൂസാ നബിയുടെ സുന്നത്താക്കുമ്പോഴത്തേക്ക് ആ വസ പറയുമ്പോഴത്തേക്ക് ഏ കളർ ചട്ടിട്ടിട്ട് ഇന്നാണ്ട് അല്ല ഇതിൻ്റെ ഒരു ക്വിസ് നോക്കണം. ഒരാവശ്യകതയുമില്ല, അതിനെ കേട്ടിട്ട് അതിനെ പഠിച്ചിട്ട് ഒരു ഉപകാരമില്ല. എന്നിട്ട് പോലും അങ്ങനത്തെ ചോദ്യത്തല്ല കേൾക്കട്ടെ. എന്ത് അതും ഒരു സാധാരണക്കാരട്ടിക കേൾക്കുമ്പോൾ അങ്ങ് പഠിച്ചെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉള്ളതിനെ കനിക്കത്തെ കേട്ടെങ്കിലല്ലേ അതിലൊരു പ്രയോജനം ഉണ്ടാവിടെ. ഇത് അങ്ങക്ക് വിട്ടിട്ടുണ്ടല്ലേ പള്ളിയിൽ 25 വർഷം ദർശനം നടത്തുന്ന മുദരിസിന്റെ കേട്ടെങ്കിൽ അയലും ചിലപ്പോൾ മേൽ കീഴ് നോക്കിയോ അങ്ങനത്തെ പ്രശ്നമെല്ലാം കേട്ട് കിടത്തൽ എന്തൊരാവശ്യകത ഉണ്ട്. അനാവശ്യത്തിൽ നിന്നിട്ടെല്ലാം ഞങ്ങൾ ദൂരാവണം, ആവശ്യത്തെല്ലാം വലിച്ചു കൂട്ടണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന തൊട്ടി ഉസ്താദ് അത്ര വലിയ ആലിമായിട്ട് ആരോ ക്വിസ്ക്ക് വേണ്ടി കേട്ടാർ. അങ്ങനെ ഒട്ടിക നോക്കോറു അങ്ങ് കേട്ട ചോദ്യത്തിന് മറുപടി ചൊല്ലണോ ചൊല്ലി നിനക്ക് ഗൊന്തില്ലാത്തതല്ല എങ്കിലും ഒന്നും കൂടി കിതാബ് നോക്കൂടെ ഉറപ്പിച്ചിട്ടേ ചൊല്ലുവാണ്ട്. നങ്ങാണ്ടായെങ്കിൽ അങ്ങനെ നമ്പർ നോക്കി മെല്ലെ ഫോൺ സൈലന്റ് ആക്കി വെക്കാത്ത ഓണ്ടേ ഹലാക്കട്ടെ ക്വിസ് ഉണ്ട്. റബിയുൽ അവ്വൽ വന്നപ്പോൾ അണ്ണോൺ നമ്പർ പുതിയ നമ്പർ ഫോൺ എടുക്കണമെങ്കിൽ പേടി അവിടെ എന്തേ വാഴ ബുക്കാക്കുള്ള ഫോൺ ആക്കട്ടെ ഉസ്താദെ ഒരു ക്വിസിന്റെ കടലാസ് വാട്സപ്പ് ആക്കിയില്ല തെല്ലുത്തര ചൊല്ലോറുണ്ട്. എത്ര ക്വിസിന്റെ കടലാസ് ഉണ്ടോർക്ക് ഗാലറി ചെക്കാക്കി നോക്കൂ 6 ഗಂಟೆ മറുപടി ചൊല്ല റബ്ബ്. മുഞ്ഞാണ്ട് ഒരാളൊരു പ്രശ്നം കേട്ട് റബ്ബ് 1.5 ഗಂಟೆ തേടിയിരുന്നാണ്. കാരണം അടുത്ത ഒരാൾ അയാൾക്ക് ചൊന്നില്ലെങ്കിൽ ബേജാറായി പോകേണ്ട വേണ്ടാണ്ട്. അല്ല അടുത്ത ആളല്ല ദൂരത്തെ ആളായെങ്കിലും സൗകര്യം എന്തെങ്കിലും തേടുക എങ്കിൽ തേടിയിട്ട് ചൊല്ലത് വിഷയം വേറെ. 1.5 ಗಂಟೆ തേടിയില്ല. ഏത് കിതാബിൽ നോക്കുമ്പോൾ കാണില്ല. സുബ്ഹാനല്ലാഹ്. അതേത് ഗൊന്തുണ്ട മസ്ജിദുൽ ഖുബാഇല് സ്വഹാബത്തിന്റെ കാലത്തൊരു ഇമാമിന്ത് ആ സ്വഹാബി ഉണ്ടല്ലേ എന്തൊരു സൂറത്ത് ഓതിയെങ്കിലും ഫാത്തിഹയുടെ ನಂತರ ഇമാം നിന്റെ അപ്പ ഖുൽ ഹു അല്ലാഹു അഹദ് ചൊല്ല സൂറത്ത് ഓതിയിട്ട് പിന്നെ റുകൂ ഉണ്ട്. എന്തൊരു സൂറത്ത് വേണമെങ്കിൽ ഖുൽ ഹു അല്ലാഹു അഹദ് ഓതി റുകൂ ഉണ്ട്. നല്ല ഓത്താൻ ആ സ്വഹാബിരത്. സ്വഹാബത്തെല്ലാം ചർച്ചയാക്കിയാറ് പിറകെ ജന്തരപ്പ അങ്ങനെ 2 സൂറത്ത് ഒന്ന് ഖുൽ ഹു അല്ലാഹു അഹദ് ഓതിട്ട് അല്ലെങ്കിൽ ആ വലിയ സൂറത്ത് ഓതിയിട്ട് പിന്നെ റുകൂ പോട്ടു. ആ സ്വഹാബി ഇല്ല ನಾನು ಓದಿರಿ ഇങ്ങനെ ಬೇನೆಗೆ ഇമാമുടെ ബദലാക്കോರು നന്റെ ഓത്ത് നാണ് ഇമാമായെങ്കിൽ ഇങ്ങനെ വേണ്ടി. അപ്പൊ അവസാനം അള്ളാന്റെ റസൂലിട്ടിക്ക് ദൂരെടുത്ത് പോയാറ് അങ്ങനെ പിരിച്ചു വിട്ടില്ലേ ഇണ്ടത്തെ കമ്മിറ്റി ആക്കടെ കണിക്ക് അങ്ങ് അള്ളാന്റെ റസൂലിട്ടിക്ക് ദൂർ കൊണ്ടുപോയാർ. നബി അയാള് ഇങ്ങനെ സൂറത്ത് എപ്പോഴും ഖുൽ ഹു അല്ലാഹു അഹദ് ലാസ്റ്റ് ഓതിയിട്ട് പിന്നെ റുകൂ പോകേണ്ടി എല്ലാരൊക്കെ ഇങ്ങനെ വിഷയമുണ്ട്. ഇന്നത്തെ എനിക്കല്ല 2 സ്വഹാബിങ്ങായെങ്കിലും അങ്ങ് അള്ളാന്റെ റസൂലിട്ടിക്ക് അതബ് കേട് വന്ന് പോയി ഒരുപാട് പേടിയുണ്ടു. അങ്ങ് ഇമാമുടെ ബദലാക്കടെ മുക്കരിക്കരെ ബദലാക്കടെ അതൊക്കെ ധൈര്യത്തിൽ നിൽക്കാല് ഇണ്ടങ്ങനല്ല. ഒരു ഖതീബ് വേണം ഇന്ന ജാഗ ആവട്ടെ. അൽഹംദുലില്ലാഹ് കുറേ ഉസ്താദന്മാരുള്ള ബിരുദ് കിട്ടിയ ദാരിമിങ്ങ ഫൈസിമാർ സഖാഫിമാർ പിന്നെ സഅദിമാർ മദനിമാർ യമാനിമാർ കുറേ ഉസ്താദന്മാരുള്ള. അപ്പം അത് ഫസ്റ്റ് കയ്യിലൊരു ഫോട്ടോ കിടത്തിട്ടുണ്ട്. ഖതീബായിട്ട് സെലക്ട് ആക്കുന്ന ഫസ്റ്റ് ഫോട്ടോ നോക്കിയിട്ട് എല്ലാ കമ്മിറ്റി അങ്ങ് പരസ്പരം ഷെയർ ആക്കിയതല്ല ആ വലയല് അവൻ ചൊന്ന എന്തില്ല ബാവല് താടിയില്ല. പിന്നെ അടുത്ത ചൊന്ന താടി മോശമല്ല അല്ലേ മുണ്ടാസ് അത്ര ഒരു സ്റ്റൈലില് കെട്ടല്ല മുണ്ടാസ് നല്ല കളറ് റൗണ്ട് കെട്ടിയ ആളാവണം. ഫോട്ടോത്തിലെ ഫൈലാക്കിയിട്ട് ഫോട്ടോത്തിലെ റിജക്ട് ചെയ്ത് ഫോട്ടോ മീത്ത് പാസ്സായെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പ് എന്തിന് പാസ്പോർട്ട് ഓഫീസിൽ പോയ കണിക്ക് എ കൗണ്ടറിലുള്ള സമയത്ത് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ഉണ്ട്. ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇത് ബി പിന്നെ സിക്ക് പോയ കണിക്ക് ഫോട്ടോത്തിൽ ഖത്തീബ് പാസ്സായെങ്കിൽ 2ാമത്തെ സ്റ്റെപ്പ് അതിലൊരു 2 കേര ഖുർആൻ ഓതിയിട്ട് ഒന്ന് വോയിസ് റെക്കോർഡാക്കി കിടത്തിട്ടുണ്ട് സൗണ്ട് കേൾക്കുവാൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കടത്തരാറുക 4ാം ക്ലാസ്സിൽ മദ്രസത്തിൽ എന്താ കോപ്പി എഴുതാത്തി ഉസ്താദ് 4 പൊലിറ്റേക്ക് ദർസ് കൈതാക്കി ഓടിയ ആൾ ഇപ്പൊ കജാഞ്ചി അവൻ നോക്കണേ ഇതിൽ ഖത്തീബിടെ കിരാത്ത് സമയം ഉണ്ടാണ്ട് അവൻ ചൊല്ലി എന്തൊരു സൗണ്ട് എന്തല്ലോ അത് എന്ത് പ്രയോജനമില്ല ആചാരം ഇത് വേണ്ട വേറെ നോക്കുവാണ്ട് അവിടെ ഒന്നുണ്ടോ അല്ലാണ്ട് എന്തിനാ പോത്ത അവിടെ ഒരു ഖത്തീബുണ്ട് അല്ല നോക്കുവന്നങ്ങ്
ഇത് ജഹാലത്താണ്. ഇത് അള്ളാഹുടെ അറിഞ്ഞ ഒരാൾക്ക് യോജിച്ചതല്ല. ഉലമാക്കള് ഇൽമുടെ അഹ്ലുകാരെ ബഹുമാനിക്കണം. കുൻ ആലിമ ഔ മുതഅല്ലിമ ഔ മുസ്തമിഅ ഔ മുഹിബ്ബ വലാ തകുനിൽ ഖാമിസത ഫതഹലിക. ഷഫീഉന റസൂലുള്ളാഹി നിങ്ങൾ ആലിമാവണു. സാധ്യയില്ലേ എല്ലാവർക്കും ആലിമാവണു സാധ്യമല്ല. മുതഅല്ലിമെങ്കിലാവണു. മുതഅല്ലിമാവണു സാധ്യ ഇല്ലേ അതും എല്ലാവർക്കും സാധ്യ ആവുന്നതല്ല. മുസ്തമിഅ ഇൽമുടെ അഹ്ലുകാരെ ചൊല്ല ഇൽമുടെ കേക്കിടകൻക്ക് സ്വഭാവമെങ്കിലും വേണം അതും സാധ്യ ഇല്ലേ. മുഹിബ്ബ ഇൽമുടെ അഹ്ലുകാരെ സ്നേഹിക്കട ആദരിക്കട ആളെങ്കിലാവണു. വലാ തകുനിൽ ഖാമിസത ഫതഹലിക. ഇതല്ലാത്ത അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോയേ. ഫതഹലിക നിന്റെ നാശമാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്ര വലിയ മഹാന്മാർ ഷെയ്ഖുന തൊട്ടി ഉസ്താദിനെ പോലത്തെ ആ മഹാന്മാരാണ് ദഫ്ഫുൽ കൂട്ടിയോ പറഞ്ഞ അർഹത ഉള്ള ആൾമാർ. ഞങ്ങല്ല അങ്ങാണ് ദഫ്ഫുൽ കൂട്ടിയോ പറഞ്ഞ അർഹത ഉള്ള ആൾമാർ ഞങ്ങല്ല. പക്ഷെ ഞങ്ങളെ ആദരിച്ചാർ ഉസ്താദ് ചൊല്ലുടെ നിലക്ക് പല ആൾമാരെ ഞങ്ങൾ ആദരിക്കുമ്പോഴത്തേക്കും ഞങ്ങളെ മനസ്സിലാ വലിയ ആൾ മോശയില്ല ചൊല്ലുടെ നിലക്കാവിടും അല്ലേ. എങ്കിൽ യഥാർത്ഥ അള്ളാഹുര അടിമകള് സ്വാലിഹീങ്ങള് ദുനിയാവിൽ എത്ര വലിയ സ്ഥാനം കിട്ടിയെങ്കിൽ പോലും അങ്ങനെ മനസ്സുള്ള പേടി ആഖിറമാണ്. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു സഈദ് സൗരി റളിയല്ലാഹു അൻഹു ഇവർ ചരിത്ര ചൊന്നു തന്നെ വഅദിനിപ്പാട്ടര. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ തങ്ങളെ പോലത്ത ഇമാം ഷാഫി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹും ഈ മദ്ഹബിലെ ഇമാമിങ്ങളെ പോലെ കഴിവുള്ള വലിയ പണ്ഡിതനാണ്. അണ്ടത്തെ രാജാവായ അബൂ ജഅഫറുൽ മൻസൂർ ഖാദിയാറാബുടു വേണ്ടി സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊല്ലുമ്പോൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു റായ വിട്ടുഓടുറൂ. ചരിത്ര സുദീർഘമാണ്, വിശദീകരിക്കണ കുഞ്ഞാറമില്ല. നക്ക് മറന്നുപോയെന്ന് പാട്ടെന്നാണ് ചുന്ന പലക്ക. ബഹുമാനപ്പെട്ട ഖലീഫ ഹാറൂൺ റഷീദിനെ മുട്ട ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വലിയായ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു വന്നു ചൊല്ലുടൂ. ഖലീഫ ഹാറൂൺ റഷീദ് തങ്ങളെ എന്തൊരു ബഹുമാനമാണ് ആളുമാറ് നിങ്ങൾക്ക് തൻ്റെത്. നിങ്ങളെ കാണുമ്പോ എഞ്ചിനിക്കരുത്. നിങ്ങൾക്ക് ആവശ്യകത ഉള്ളതിനെ ഓടി വന്ന് നിറവേറ്റി തൻ്റെത് എന്തൊരു ബഹുമാനമാണ്. പക്ഷേ നിങ്ങൾ തന്നി വേനോ ചൊല്ലുമ്പോ ഓടി വന്നിട്ട് നിങ്ങളെ ബഹുമാനിച്ച് തന്നി കൊണ്ടുവന്ന് തന്നില്ലേ. ആ തന്നി അയാള് നിങ്ങൾക്ക് തന്നേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൊശിയായിടാ. അയാള് എന്തെങ്കിലും ഒരു സന്മാനം ഈത്ത് നിങ്ങൾ കൊടുത്താറാ. ഒരു ഗ്ലാസ് തന്നിരെ ബല എന്തിരേണ്ടു ഗൊന്തുണ്ട രാജാവ് കാലി ഒരു ഗ്ലാസ് തന്നി കുടിക്കുമ്പോഴത്തേക്കും ഉമ്മ അല്ല തന്നെ നിഅമത്തിനെ അറിയാണ്ടാണ് നാണും നിങ്ങൾ പോയത്. അല്ല ചെയ്ത് തന്നെ അനുഗ്രഹത്തെ മറന്നത് കൊണ്ടാണ് ദുനിയാവിൽ എൻ്റെ മുസ്ലിമീങ്ങൾ ദുരന്തത്തിൽ വിട്ടുപോയത്. അല്ലാഹുരുട്ടിಗೆ നന്ദി കേട് കാട്ടിയത് കൊണ്ടു അക്രമികളായ ഭരണാധികാരിയുടെ ഭരണത്തെ കീഴിൽ പെട്ടുപോയതാണ്. ഈ ദുനിയാവിലും നാണേ അല്ലാഹു ചൊന്ന് വാദിച്ച കനികത്തെ ലഅനത്താകപ്പെട്ട ഫിർഔൻ അല്ലാഹു നിയമിച്ച കനികത്തെ അധികാരമാണ് ഫിർഔന്. ആ ഫിർഔന്റെ പോലും ബനൂ ഇസ്രായേലിങ്ങളെ പേടിപാട്ടിയപ്പ നിരപരാധികളായ ആയിരക്കണക്കിനുള്ള കിടാവിടെ കൊന്നപ്പ അത്ര വലിയ നാണേ അല്ലാഹു ചൊന്ന് വാദിച്ച കനികത്തെ ഫിർഔന്റെ അല്ലാഹു പേടിപാട്ടിലെ കാലി ഒരു കിനാവു കാട്ടിട്ടാണ് ഉമ്മ. ഇൻഷാ അല്ലാഹ് റബ്ബുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാണ് ഇന്നർക്കത് പ്രസംഗിച്ചിട്ട് ചൊല്ലുടെ. ആ ഫിർഔന്റെ പോലും അല്ലാഹു നിലക്ക് നിർത്തുന്നുകൊല്ല. കാരണം ബനൂ ഇസ്രായേലിങ്ങളെ തൗബ ചെയ്ത് നല്ലായിട്ട് മൂസാ നബിയൊട്ടിಗೆ കൂടിയിട്ട് ശരിയായ മുഅ്മിനീങ്ങളായി ജീവിക്കുക തുടങ്ങിയത് കൊണ്ടാണ് ഫിർഔന് അല്ലാഹു അധികാരത്തെ കൊടുത്തിട്ട് ആളുമാർക്ക് കഷ്ടം കൊടുക്കണമില്ല. കാരണം ബനൂ ഇസ്രായേൽ ആളുമാർ അല്ലാഹുവിനെ മറന്നിട്ട് തമ്മാടികളായി ജീവിച്ചത് കൊണ്ടാണ്. എന്നിട്ട് ആ ആളുമാർ തൗബ ചെയ്തിട്ട് അല്ലാഹുവിനെ അറിഞ്ഞിട്ട് സമുദായത്തിൽ മടങ്ങി വന്നിട്ട് അല്ലാഹുവിനെ പേടിച്ചിട്ടുള്ള ജീവനം നടത്തുന്നത് തുടങ്ങിയപ്പോ അല്ലാഹ് ഫിർഔനെ നശിപ്പിക്കറ.
അല്ലാഹു തന്നെ നിഅമത്തിനെ ഓർക്കണം ഉമ്മമാരെ. ഇണ്ട് ദുനിയാവിൽ ഞങ്ങൾക്ക് ഏത് ദുരന്തം വന്നിട്ടിന്നെങ്കിൽ പോലും, ഇണ്ട് ദുനിയാവിൽ ഏത് മുസീബത്ത് വന്നിട്ടിന്നെങ്കിൽ പോലും, ഈ ദുരന്തം മുസീബത്ത് ബണ്ടേക്ക് മുന്നിലും ഞങ്ങൾക്ക് ഇന്ന ജീവനമുണ്ടല്ലേ. ആ ജീവനത്തിൽ ഞങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്ഞ്ഞിരാമാ. ആരോഗ്യ ഇന്ന ഉമ്മ പിന്നെ രോഗിയായി കിടത്തത്തിലായപ്പോ ബേജാറാമ്പത്തു. അല്ല തന്നെ ആരോഗ്യത്തിൽ എന്തിനാ അല്ലാഹുവിന് വേണ്ടി ആക്കിരാണ്ട് നിങ്ങൾ ഓർത്തുറാറാ. പാണിയത്തിൽ നഷ്ടമായിട്ട് അവസാനം പിന്നെ ഒരാളിട്ട് കൈനീട്ട അവസ്ഥ വന്നിട്ട് കടായിട്ട് റായബുദ്ധ പരിസ്ഥിതി വന്ന സമയത്തില് അല്ല സമ്പത്ത് തന്നെ അല്ലാഹുവിന് വേണ്ടി എന്തിനാക്കിരാണ്ട് നെനപ്പാക്കിറാറാ. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹു രോഗത്തെ കൊടുത്തിട്ടു. 18 വർഷം രോഗിയായി കിടന്നിട്ട് സ്വന്തം പെഞ്ഞായി പോലും അയ്യൂബ് നബിരട്ടി അല്ലാഹുവിന്റെ ദുവറക്കോരോ ചൊല്ലുമ്പോ അയ്യൂബ് നബി ചൊല്ലെ വേണ്ട പെണ്ണ് 80 വർഷം അല്ലാഹുനക്ക് ആരോഗ്യം തന്നിട്ടിന്ന ഇപ്പൊ രോഗിയായിട്ട് കാല് സീക്കിലായിട്ട് ഉഷാറില്ലാണ്ടായിട്ട് 18 വർഷമായി. ഒരു 80 വർഷം എങ്കിലും നാണ് രോഗിയായിട്ടേ ജീവിക്കടേ. എന്നിട്ട് പിന്നെ നാണ് ദുവറക്കൊനാണ്ട് നോക്കൂടെ. അല്ലാഹുരുട്ടിക രോഗത്തെ സുമറാക്കണുക പോലും ദുവറക്കാത്ത നബിയാണ് അയ്യൂബ് നബി. കാരണം അല്ലാഹു 80 വർഷം ആരോഗ്യം തന്നറല്ലേ ചൊല്ലി നിയമത്തിനെ ഓർത്തിട്ടാണ്. ഖലീഫ ഹാറൂൺ റഷീദിരുട്ടിക്ക് ഇബ്നു സമ്മാക്ക് തങ്ങൾ കേട്, രാജാവേ നിങ്ങൾ കുടിച്ച ഒരു ഗ്ലാസ് തണ്ണിരെ ബല എന്തിരേണ്ട ഗൊന്തുണ്ട രാജാവേ. ഹാറൂൺ റഷീദ് കേക്കരി എന്തിര് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലുടോല ഇടീ റായത്തിൽ തണ്ണിയില്ലാണ്ടൊരു ബറകാല ബന്ത് വീരിക്കോറു. എവിടം തണ്ണിയില്ല. കുളിക്കൊണുക ഒലുവാക്കൊണുക പോയിട്ട് കുടിക്കൊണുക പോലും ഒരു തുള്ളി തണ്ണിയില്ലാത്ത പരിസ്ഥിതി വന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഫക്കീറായ മിസ്കീൻ്റെ ഒട്ടിಗೆ അവണുക കുടിക്കൊണുക വെച്ച ഒരു ഗ്ലാസ് തണ്ണി ഉണ്ടോട്ട് വീരിക്കോറു. നിങ്ങളെ ജീമ ഇപ്പ തണ്ണില്ലാണ്ട് പോയിരു. ആ ഫക്കീറായ മനുഷ്യൻ അവണു കുടിക്കൊണുക വെച്ച ഒരു ഗ്ലാസ് തണ്ണിരെ കാട്ടിട്ട് നിങ്ങളെതിർക്കു കൊടബന്ന് ചൊല്ലൂട. രാജാവേ നിങ്ങൾ മിഞ്ചുണെങ്കിൽ ജീമ ഒലിയണെങ്കിൽ ഈ തണ്ണി നിങ്ങൾക്ക് വേണല്ലേ. എങ്കിൽ ഈ ഒരു ഗ്ലാസ് തണ്ണി നാണ് നിങ്ങൾക്ക് തണ്ട്. ബദലുക നിങ്ങളെ രാജാവായിട്ടുള്ള അധികാരത്തെ പാതിരെ നിങ്ങളെ ആസ്ഥാനത്തെ ഓതിയാക്കിയിട്ട് കൊട്ടാരത്തെ പാതിനക്ക് തണ്ടാറാണ്ട് കേട്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് തണ്ണിക്ക് വേണ്ടി നിങ്ങളെ കൊട്ടാരത്തെ പാതിരെ നിങ്ങൾ കൊടുക്കുവാറാ. ആരോണ്ട് സീത് ചൊല്ലൂല ആ തണ്ണി കിട്ടിയില്ലെങ്കിൽ നാം മരിക്കില്ലേ. പിന്നെ നക്കി കൊട്ടാരം എന്നിട്ട് എന്തിന്റെ കാര്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗ്ലാസ് തണ്ണിക്ക് വേണ്ടി നിന്റെ കൊട്ടാരത്തെ പാതിരെ നാ കൊടുക്കുവേണ്ട. കൊട്ടാരത്തെ പാതി പോയിട്ട് ഒരു ഗ്ലാസ് തണ്ണിക്ക് വേണ്ടി. അപ്പ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു കേക്കിട് ആ ഒരു ഗ്ലാസ് തണ്ണീര് നിങ്ങൾ കുടിച്ചാറുണ്ട് ബീരിക്കോർ. കുടിച്ചിട്ടാകുമ്പോഴത്തേക്ക് ആ തണ്ണി നിങ്ങളെ തടിരെ പറത്തു പോണ്ടില്ല. തണ്ണി ബേനായത് തടിക്കെടുത്തിട്ട് ബാൻഡാത്തിയത് ഫിൽട്ടറായിട്ട് കിഡ്നിയുടെ മുഖാന്തര ബ്ലേഡർക്ക് പോയിട്ട് മൂത്രദ്വാരത്തിൽ കൂടി പറത്തു പോകണം. അങ്ങനെ പോണ്ടില്ല. ബ്ലോക്ക് ആയിട്ട് കുടുങ്ങിയിട്ടുണ്ട് ബീരിക്കോർ. കാലിവർ മൂത്രത്തെക്കാൾ സ്റ്റോൺ നോക്കൂ. ഒരു 3 mm 4 mm സ്റ്റോണ് കിഡ്നിയുടെ പുറത്തേക്ക് വന്നിട്ട് ആ പൈപ്പുല ബ്ലേഡർക അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വന്നിട്ട് ആ കുടുങ്ങിപ്പോയെങ്കിൽ മനുഷ്യ പെടക്കിടെ പെടപ്പെന്തര് അറുത്തിട്ട കോലി കണിക്കും. ചെറിയൊരു മൂത്രത്തെ കല്ല് ഒരു 3-4 mm കല്ല് കിഡ്നി സ്റ്റോൺ താങ്ങണക്ക് മനുഷ്യക്ക് സാധ്യമല്ല. മൂത്ര പുറത്ത് വേണ്ടില്ല. കുടുങ്ങിര് കല്ല് കുടുങ്ങിര് എടുത്തോണ്ട് ഓടിത്ത് റപ്പക്ക സൂട്ടാക്കി പാട്ടിട്ട് അല്ലേ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഓപ്പറേഷൻ ആക്കി പാട്ടിട്ട് അതിന് പൊടി പാട്ടിത്ത് എന്തേ ഈ മൂത്രദ്വാര കുടുങ്ങിപ്പോയിട്ട് ഒരു സെക്കൻഡ് കുടുങ്ങിയിട്ടാകുമ്പോൾ സോത്തു പോയ രാജാവായ ഖലീഫ ഹാറൂൺ റഷീദ് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് തണ്ണി ഭയത്തേക്ക് പോയിട്ട് പക്ഷെ പറത്ത് വേണ്ടില്ല കുടുങ്ങി പോയിട്ട് എന്തിനാക്കുമ്പം പറത്ത് തണ്ണി പോണ്ടില്ല. നിങ്ങൾ പെടച്ചോല്ലായിരുന്നു അമ്പലത്തില് റായത്തിലുള്ള ഏതെങ്കിലും ഒരു വൈദ്യനായ ഒരാള് ആള് വന്നിട്ട് നിങ്ങളെ തടിരെ തന്നിരെ പറത്തെടുക്കരെ കണിക്കെത്തിയ വൈദ്യ ചികിത്സ ആക്കണമെന്ന് നക്ക് കഴിവുണ്ട് ഞാൻ ആക്കടെ. പക്ഷെ അതാക്കിയെങ്കിൽ നിങ്ങളെ ഈ ഒളിഞ്ഞിട്ടുള്ള പാതി രാജാവ് ഈ അധികാരത്തെ നക്ക് തണ്ടാറാണ്ട് കേട്ടെങ്കിൽ എന്താക്കിരുവാറ്. അപ്പൊ രാജാവ് ചൊല്ലു നിന്റെ ജീമത്തെ ഒലിയണമെങ്കിൽ ഈ പാതി കൊടുക്കണമെങ്കിൽ നിന്റെ ജീമത്തെ ഒലിക്കുക വേണ്ടി ഈ നൊമ്പലത്തിൽ നിന്ന് രക്ഷപ്പെടുക വേണ്ടി പാതി കൊട്ടാരത്തിനാണ് അയാൾ കൊടുക്കുകയാണ്. അപ്പൊ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലു അപ്പൊ കാലി ഒരു ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് അതിലെ തടിരെ പറത്തു പോണുകു. ഇടീ നിങ്ങളെ അധികാരത്തും കൊട്ടാരത്തെ ചെലവാക്കണക്ക് നിങ്ങൾ തയ്യാറാവിടാറുണ്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ എത്ര ഗ്ലാസ് തന്നെ നിങ്ങൾ കുടിച്ചിരാറ്. അങ്ങനത്തെ എന്തെല്ലാം കുടിച്ച് അള്ളാഹു തന്റെ നിഅമത്ത് നോക്കൂ. ഒരാൾക്ക് നിങ്ങൾ അധികാരത്തെ കൊടുക്കണായി വന്നില്ല. ജീവന പൂർത്തി തന്നി കുടിച്ച് നിങ്ങൾ എന്തിനങ്ങൾക്ക് അതിൽ കൃതജ്ഞതയായിട്ട് സമ്പലായിട്ട് അതൊക്കെ ഉജരത്തായിട്ട് അതൊക്കെ നിങ്ങൾ മജിരിയായിട്ട് നിങ്ങൾ പ്രതിഫലമായിട്ട് കൊടുക്കണു സാധ്യമുണ്ടോ? അതാണ് അള്ളാഹുടെ നിഅമത്ത്. എത്ര ചെറിയ നിഅമത്തായെങ്കിലും അള്ളാഹു തന്റെ നിഅമത്ത് അള്ളാഹുടെ മഅശറത്തിൽ ചോദ്യം ചെയ്യപ്പെടും.
ശരി നിഅമ അള്ളാഹു തന്ന നിഅമത്ത് എല്ലാത്തെയും അള്ളാഹു ചോദ്യം ചെയ്യും. ഈ നിഅമത്ത് എന്തിനാക്കിയ, ആരോഗ്യത്തെ എന്തിനാക്കിയ, സമ്പത്തിനെ എന്താക്കിയ, സമ്പത്ത് എവിടെ സമ്പാദിച്ച, എന്തിനു വേണ്ടി ചെലവാക്കിയ. ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹുടെ അറിഞ്ഞിട്ട് അള്ളാഹ് തന്ന നിഅമത്ത് നന്ദി കാട്ടിയിട്ട്, നന്ദി കഴിഞ്ഞിട്ട് കൃതജ്ഞതയെ സല്ലിച്ചിട്ട് അള്ളാഹുടെ അറിഞ്ഞ് ജീവിക്കുന്ന മുസ്ലിമാവണം. അങ്ങനെ ജീവിച്ച മഹാന്മാരാണ് സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ. അങ്ങനെ സ്നേഹിക്കരുത്, ആദരിക്കരുത്, അനുസ്മരിക്കരുത് ഈമാന്റെ ഭാഗമാണ്. അള്ളാഹു അങ്ങനെ സ്നേഹിക്കരുത്, ആദരിക്കരുത്. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തിട്ട് ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഒരുമിച്ച് കൂടിയ ഞങ്ങളെ ദുനിയാവും ആഖിറവും അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ.